താങ്ക് യു സർ JRC. ഞാൻ മ്യൂട്ട് ആയിരുന്നു അല്ലേ? JRC സർ, JRC ഇപ്പൊ കേൾക്കാം. JRC. താങ്ക് യു തോമസ് സാർ. ഓക്കെ, അതാണ് മൂർഖർ എന്ന് പറഞ്ഞത്. ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞത് തോമസ് സാർ ആയിരുന്നു എന്ന ഹോസ്റ്റ് എന്നുള്ളതായിരുന്നു സർപ്രൈസ്. വളരെ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, താങ്ക് യു തോമസ് സാർ വൺസ് അഗൈൻ. സാറിന്റെ നല്ല വാക്കുകൾക്ക് ഈ അവസരത്തിൽ ഏറെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഈവനിങ് പ്ലാറ്റ്ഫോമിൽ കേരള ഫോമിൽ ഞാൻ എത്തുന്നത്. ഈ അവസരത്തിൽ തീർച്ചയായിട്ടും എൻ്റെ അച്ഛനമ്മമാരെ ഓർക്കുകയാണ്. ദൈവത്തെ ഓർത്തുകൊണ്ട് തീർച്ചയായിട്ടും ECG നമുക്ക് RTM എന്ന സിസ്റ്റം തന്നു. ഈ RTM എന്ന സിസ്റ്റത്തിൽ എനിക്ക് ഉയരാൻ അല്ലെങ്കിൽ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എൻ്റെ എല്ലാ ഡൈനോ സ്പോർട്സേഴ്സിനെയും അതോടൊപ്പം തന്നെ എൻ്റെ ക്രോസ് ലൈൻ എല്ലാ ലീഡേഴ്സിനും കേരളത്തിൽ നമ്മളെ സംബന്ധിച്ച് ശരിക്കും നമ്മൾ തമ്മിലൊരു വലിയ ബന്ധമാണ്, ഒരു ഫാമിലി റിലേഷൻ പോലെ തന്നെയാണ്. നമ്മുടെ RTM കുടുംബം തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും മറ്റെല്ലാ ലീഡേഴ്സിനും ഞാൻ ഒറ്റ വാക്കിൽ ഞാൻ അവരെ ഓർത്തുകൊണ്ട് നമുക്കിന്ന് ഈ പ്രോഗ്രാമിലേക്ക് കടക്കാം. മറ്റൊന്നുമല്ല, ഫെബ്രുവരി 2026 നമ്മൾ ഫെബ്രുവരി തീരാൻ ഇനി ഒരൊറ്റ ദിവസമാണ് നമ്മൾ ബാക്കിയുള്ളത്. അതായത് ചെറിയ മാസം. ഈ ചെറിയ മാസത്തിൽ നമുക്ക് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമ്പോഴാണ് അല്ലെ നമ്മൾ എന്തൊക്കെയോ നേടി എന്ന് നമുക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഒരു ദിവസം നമ്മളൊന്ന് കണക്ക് കൂട്ടുകയും അതോടൊപ്പം തന്നെ നമ്മൾ വരും മാസങ്ങളിൽ എല്ലാ ദിവസവും നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇന്നലെ സുരേഷ് സാറിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നില്ലേ? അതിൽ സുരേഷ് സാറിന് മാത്രമല്ല, ഇപ്പൊ നമുക്ക് സീഡ്സിന്റെ ടെക്നിക് പറയുന്നുണ്ട് നമ്മളോട്. RTMകാരും എല്ലാവരും ഫോളോ ചെയ്യേണ്ട അതിൽ ഒരു പ്രധാനമായിട്ട് അവർ പറയുന്ന ഒരു കാര്യമാണ് സ്ലീപ്പ്. നമ്മൾ നന്നായിട്ട് ഉറങ്ങണം. എന്നാൽ ഞാൻ പറയുന്നു അത് ഒരു ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും നിങ്ങൾ ഉറങ്ങിക്കൊള്ളു. അത് ഏത് ദിവസം എന്ന് വെച്ചാൽ നമ്മുടെ ക്ലോസിംഗ് ഡേയിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞത് 12 മണി വരെ. അത് പുതിയ ആൾക്കാർ ഇരിക്കണം നിർത്തുന്നത്. എന്നാൽ അത്യാവശ്യം സീനിയർ ലെവലായിട്ടുള്ള ആൾക്കാർ ഒരു 12 മണിക്ക് ശേഷം ക്ലോസിംഗ് ചെയ്ത് ഒരു 15-20 മിനിറ്റെങ്കിലും ശേഷം ഒരു 12:30-ക്ക് മുമ്പേ അവർക്ക് അന്ന് ഉറങ്ങാൻ പാടില്ല. ബാക്കി ദിവസങ്ങളിൽ 10:00-യോ 11:00 മണിയോ എന്നുള്ള ടൈം ഫിക്സ് ചെയ്യാം. അപ്പോൾ ഞാനും 12 മണിക്ക് ശേഷം ഉറങ്ങിയിരുന്ന ഒരാളായിരുന്നു. ഒരു അരമണിക്കൂർ മുമ്പേ 11:30 മണിക്ക് ഉറങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പ്രാക്ടിക്കലി അത് നടക്കുന്നില്ല. അതാണ് വാസ്തവം. എൻ്റെ ബോഡി ഏകദേശം ഒരു 6-7 മണിക്കൂർ എന്നുള്ളൊരു, അല്ലെങ്കിൽ 6 മണിക്കൂർ ഉറങ്ങിയാലും മതി എന്നത് നമുക്ക് സെറ്റായി കഴിഞ്ഞു. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ RTM എന്താണെന്നും എൻ്റെ അനുഭവത്തിൽ RTMനെ കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ RTMൽ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന ചേഞ്ചും അല്ലെങ്കിൽ അതും കൂടി ഒന്ന് ഉൾപ്പെടുത്തി ഞാൻ ഒരു ചെറിയ പ്രസന്റേഷൻ അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് പ്രത്യേകിച്ചും കുറച്ച് പുതിയ ആൾക്കാരെയും അല്ലെ സീനിയർ ലെവൽ എല്ലാ കാറ്റഗറി ലെവൽ ആൾക്കാരെയും കൂടെ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു ചെറിയ പ്രസന്റേഷൻ. ഓക്കെ, മുർത്താർ പറഞ്ഞ് ഒരു എന്താ പറയാ, ആൾക്കാരൊക്കെ പലപ്പോഴും നഷ്ടം സംഭവിക്കുന്നത് ഒഴിവാക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടേ. തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്ന വിഷയമാണ്, എങ്കിൽ പോലും പലപ്പോഴും നഷ്ടങ്ങൾ പലർക്കും സംഭവിക്കാറുണ്ട്. അപ്പൊ എന്താണ് ആ നഷ്ടങ്ങൾ, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ ഇതിനിടയിൽ അത് നമുക്ക് കാണും. ഒരു പ്രസന്റേഷൻ PPT ഉണ്ട്. ആ PPT ലെങ്തി ആണ്, അതുകൊണ്ട് തന്നെ ഞാനൊരു അല്പം കട്ട് ഔട്ട് ചെയ്ത്, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു 2-2.5 മണിക്കൂറിന്റെ PPT ആണ്. അത് ഞാൻ കട്ട് ചെയ്ത് മാക്സിമം എന്താ പറയാ ചെറുതാക്കിയാണ് അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ PPTയിലേക്ക് കടക്കാം. ഒപ്പം നമുക്ക് മറ്റു കാര്യങ്ങളും പറയുന്നതായിരിക്കും ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇനി താമസമുണ്ട, നമുക്ക് നേരിട്ട് തന്നെ നമ്മളെ PPTയിൽ പോയതിനു ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. കാണാമോ? ഫുൾ സ്ക്രീൻ ആയി അല്ലേ? കാണാം സാറേ, കാണാം. ഇപ്പൊ ഫുൾ സ്ക്രീൻ ആയില്ലേ? ഫുൾ സ്ക്രീൻ ആയി. ഓക്കെ, JRC.
അത് എന്താ പറയാ, ഒരാൾ മാത്രമല്ല, ബാക്കി എല്ലാ പാർട്ടിസിപ്പൻസും യെസ് നോ എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ എന്താ പറയാ ചാറ്റോ അല്ലെങ്കിൽ നിങ്ങളെ റിയാക്ഷൻസ് ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരി ഇൻവോൾവ്മെന്റ് ഇന്ന് സാധിക്കത്തില്ല, കാരണം കുറച്ച് ലെങ്തി, ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഒരല്പം ലെങ്തി ആയതുകൊണ്ട് തന്നെ. എങ്കിലും കഴിയുന്നതും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. ഒരു 10-10:30 മുമ്പ് തന്നെ നമ്മൾ ക്ലോസ് ചെയ്യണം എന്നൊരു ആഗ്രഹത്തിലാണ്. എന്നിട്ട് തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും ഈ പറയുന്നതിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിന്റെ ഒരു ക്ലാരിറ്റിയോട് കൂടി നമ്മൾ സെക്ഷൻ ക്ലോസ് ചെയ്യും. ആ സമയത്ത് തീർച്ചയായിട്ടും തകർത്തിയാറും പുറത്താറും ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ സ്റ്റാർ റിവ്യൂ സുയിസാർ ചിലപ്പോൾ കടയിലായിരിക്കും. ഇന്നത്തെ ദിവസം നാളെ ക്ലോസിംഗ് ആയതുകൊണ്ട് അതിൻ്റെതായ തിരക്കുകൾ എല്ലായിടത്തും അനുഭവപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ചെറിയ മാസത്തിൽ നമ്മൾ വലിയ നേട്ടങ്ങൾ ചെയ്യുന്നു. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ നെക്സ്റ്റ് മന്ത് ക്ലോസ് ചെയ്യും. ഇന്ത്യ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ ഒരു ഭാഗമായിട്ട് നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്. അതിന്റെ ലീഗലൈസേഷന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാനും ഇൻവോൾവ് ആണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നമ്മുടെ ബിസിനസിന്റെ പ്രത്യേകത പറഞ്ഞെങ്കിൽ, നമ്മൾ ഓർക്കുക, നമ്മൾ ഒരു ഡ്യൂപ്ലിക്കേഷൻ, അല്ലെ, വി ആർ ഇൻ ബിസിനസ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്സിലാണ്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്താണ്? ഇവിടെ എവിടെയാണ് ഡ്യൂപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ കാണിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ കോപ്പിയറാണ്. നല്ലൊരു ഫോട്ടോ കോപ്പി നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നന്നാക്കണം, അല്ലെ? മാസ്റ്റർ കോപ്പി നന്നായാൽ മാത്രമേ യു ആർ ദ മാസ്റ്റർ കോപ്പി. നമ്മൾ ഓരോരുത്തരാണ് മാസ്റ്റർ കോപ്പി. മാസ്റ്റർ കോപ്പി കഴിയുമ്പോൾ മറ്റൊരു സംവിധാനം വരും. അതിന്റെ പേരാണ് സിസ്റ്റം. യെസ്, ഞാൻ സിസ്റ്റം RTM പിന്നെന്താണ് ഡൗൺലൈൻ ആണ് നമുക്ക് കോപ്പി ആയിട്ട് കിട്ടുന്നത്. അപ്പൊ സിസ്റ്റം നല്ലതാണ്, നമ്മുടെ മെഷീൻ നല്ലതാണ്, ഈ പറഞ്ഞ ഞാൻ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ടീം ഉണ്ടാകും. അപ്പൊ നമുക്ക് നന്നാക്കി എടുക്കുക, ഒരു പ്രശ്നമില്ല. ബെസ്റ്റ് മെഷീൻ നമുക്ക് വാങ്ങാം. സിസ്റ്റം, RCM സിസ്റ്റം, ദ ബെസ്റ്റ് സിസ്റ്റം അവൈലബിൾ ഇൻ ദ വേൾഡ്. അപ്പൊ അതും ആയി കഴിഞ്ഞു. അപ്പൊ ഇനി ആരും വേണ്ടത് ഞാൻ മാത്രം എന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് തുടങ്ങിക്കോട്ടെ. വിജയിക്കാൻ. ഓക്കെ, നമുക്ക് ഒരു കാര്യം മനസ്സിലറിയാം. എന്താണ്? ലോകത്തിൽ സമ്പന്നർ എന്ന് പറയുന്ന വെറും 5%. വെറും 5%മാണ് സമ്പന്നം. ഈ 5% സമ്പന്നരും ബാക്കി 95% നമ്മൾ എന്താ പറയുക, നമ്മുടെ കാണുന്ന സാധാരണക്കാരൻ. RCM ബിസിനസിന്റെ പ്രത്യേകത സാധാരണക്കാരന് സമ്പന്നരാകാൻ സമ്പന്നരാകാൻ സഹായിക്കും എന്നതാണ്. ഇനി വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ അല്ലെങ്കിൽ നമ്മളോ. ഓക്കെ, നമ്മളെന്താ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തീരുമാനിക്കണം, എനിക്ക് വേണോ വേണ്ടയോ. ഓക്കെ, ഡു വാട്ട് സക്സസ്ഫുൾ പീപ്പിൾ ഹാവ് ഡൺ. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ജീവിതത്തിൽ വിജയിച്ച അഥവാ സമ്പന്നരെന്താണോ ചെയ്തത് അത് ചെയ്യാൻ ശ്രമിച്ചാൽ അങ്ങോട്ട് എത്താൻ സാധിക്കും. ഓക്കെ, നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, നമുക്ക് ഗ്രോത്ത് ആണ് ആവശ്യം. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ, ഗ്രോത്ത് നേടാൻ നമുക്ക് ഇൻക്രീസ് ദ നമ്പർ ഓഫ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാം, അല്ലെ? ഗെറ്റ് കസ്റ്റമേഴ്സ് ടു ബൈ മോർ, അല്ലെ? അവർ കുറച്ചുകൂടെ കൂടുതൽ പർച്ചേസ് ചെയ്യേണ്ടത് നമുക്ക് ശ്രമിക്കാം. പിന്നെന്താണ്? ഇൻക്രീസ് ദ ആവറേജ് സെയിൽ. അവരുടെ നമ്മൾ സെയിൽ ചെയ്യുന്നതിന്റെ മൂല്യം, സെയിൽ വർദ്ധിപ്പിക്കാം. അല്ലെങ്കിൽ ഇംപ്രൂവ് യുവർ സിസ്റ്റം ആൻഡ് പ്രോസസ്. ഈ 4 കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് നേടാൻ പറ്റും? നമുക്ക് ഈ പറഞ്ഞ ബിസിനസ്, നമ്മുടെ ബിസിനസ്സിൽ ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് എല്ലാ ദിവസവും എല്ലാ മാസവും നമുക്ക് ഗ്രോത്തിലായിരിക്കണം. ഓക്കെ, ഗ്രോത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളെ പ്രൊഫഷണൽ അപ്രോച്ച് ആവും. ഏതൊരാൾ വിചാരിച്ചാലും നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അപ്രോച്ച് പ്രൊഫഷണൽ ആക്കുന്നു. പ്രൊഫഷണൽ അപ്രോച്ച് ആകുമ്പോൾ നമ്മൾ ഡ്രസ് കോഡ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെ? ആരും കണ്ടാലും യെസ് കാണുമ്പോൾ യെസ്, അവർ ഡ്രസ് കോഡ്, ഡ്രസ് കാണുമ്പോൾ, അപ്പിയറൻസ് കാണുമ്പോൾ, അല്ലെ, ഡ്രസ്സിങ് കാണുമ്പോൾ, ഔട്ട്ഫിറ്റ് കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നണം ഹി ഈസ് സംതിങ് എന്നൊരു ഫീല് വരത്തക്ക രീതിയിൽ വലിയ ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട. നമ്മുടെ ഡ്രസ് കോഡ്, പാന്റ്, ഷർട്ട്സ്, അല്ലെ, അതിൽ നമുക്ക് ടൈ, ഷർട്ട് ടക്കിൻ ചെയ്തിരിക്കണം. പിന്നെന്താണ്? ഫുൾ സ്ലീവ് ആയിരിക്കണം, ഷൂ ഉണ്ടായിരിക്കണം,
ഇതെല്ലാം നമുക്ക് ആർസിമിൽ എല്ലാം ലഭ്യമാണല്ലേ. ഷൂ ബ്ലാക്കോ ബ്രൗൺ അല്ലെങ്കിൽ സോക്സ് ധരിക്കണം, ബെൽറ്റ് ഉണ്ട്, ടൈ ഉണ്ടാവും അല്ലേ. നമ്മൾ മുടിയും നെയിലും ഒക്കെ കട്ട് ചെയ്യണം. നമ്മളെ താടിയൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം. നമ്മളെ കയ്യില് മൊബൈൽ, വാച്ച്, പെൻ, ലാപ്പ്, ടാബ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവണം. നമ്മുടെ ഹാൻഡ് കർച്ചീഫ്, ടൂൾസ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. നെസസറി ടൂൾസ് നമ്മുടെ കയ്യിലുണ്ടാവണം. ഓരോ സമയത്തും അപ്രോപ്രിയേറ്റ് ഉള്ള ടൂൾസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഇനി നമ്മൾ പ്രൊഫഷണൽ അപ്രോച്ച് എത്തിക്കഴിഞ്ഞാൽ എന്താണ് കൺസിസ്റ്റൻസി? ഇപ്പൊ പലരും പറയുന്ന കാര്യമാണ്, എനിക്ക് കൺസിസ്റ്റന്റ് ബോണസ് കിട്ടി, എനിക്ക് പ്രോഡക്റ്റ് കിട്ടി, ഏറ്റവും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ വൈ, എന്തിനാണ്? നോക്കുക, സ്മോൾ വർക്ക് കണ്ടിന്യൂസ്ലി ഗീവ് ബിഗ് റിസൾട്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്താൽ, ചെറിയ വർക്ക് നിങ്ങൾ അക്യുമുലേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ റിസൾട്ട് തരും. അപ്പൊ ഈ വലിയ റിസൾട്ട് വാങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ചെറിയൊരു ഷോപ്പിനടുത്താണ് ഞാൻ താമസിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? സ്റ്റാർട്ടഡ് PUC, ഒരു PUC മീറ്റിംഗ് ചെയ്യണം. എന്ന് വരെ ഞാൻ ചെയ്യണം? ഡു ഇറ്റ് ഗെറ്റ്സ് ഡ്യൂപ്ലിക്കേറ്റഡ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് അല്ലെ. സൗണ്ട് കട്ടാവുന്നു. ഒരാൾ മാത്രമാണ് പറഞ്ഞത്, വേറെ സൗണ്ട് പ്രശ്നമുണ്ടോ? എന്തെങ്കിലും ഒരാളോട് ചാറ്റ് ചെയ്യും. തോമസ് സർ, എന്റെ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. സൗണ്ട് ബ്രേക്ക് ഒന്നെങ്കിൽ സൗണ്ട് ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു സാർ. അയ്യോ, 1 സെക്കൻഡ്. വീഡിയോ ഓഫ് ചെയ്തിട്ട് നോക്കണം. ഞാൻ വീഡിയോ അത്രത്തോളം ഇല്ല, ചെറുതായിട്ട്. ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ. ഞാൻ വീഡിയോ ഓഫ് ചെയ്തു. ഓക്കെ, വിത്തൗട്ട് വീഡിയോ സംസാരിക്കാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? സ്റ്റാർട്ട് വിത്ത് PUC മീറ്റിംഗ്. നമ്മളൊരു ഷോപ്പില്, അപ്പൊ ആൾറെഡി ഒരുപക്ഷെ പുതിയ ആൾക്കാർ വിചാരിക്കും എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. നോ പ്രോബ്ലം. നിങ്ങൾ ആരാണ് ഈ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന അവരോട് ചോദിക്കൂ അല്ലെ. ഈ പറയുന്നതിൽ വിട്ടുപോകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഗങ്ങൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ലീഡേഴ്സ് നിങ്ങളെ സിസ്റ്റത്തിൽ കൊണ്ടുവന്ന ആൾക്കാർ ഇത് പറഞ്ഞു തരും. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണ്? സ്റ്റാർട്ട് മീറ്റിംഗ്. അവിടെ നമ്മൾ എന്നവരെ അത് ചെയ്യണം? അത് ഡ്യൂപ്ലിക്കേറ്റ് ആവുന്നവരെ ചെയ്യണം. അതാണ് ഡ്യൂപ്ലിക്കേഷന്റെ പവർ. ഞാനൊരു PUC മീറ്റിംഗ് എടുത്ത് ആ PUC, എനിക്ക് 5 PUCകളിൽ മീറ്റിംഗ് കൊണ്ടിരുന്ന 5 PUCകളിലും ഇന്ന് മീറ്റിംഗ് എടുക്കാൻ എന്റെ ടീമിലെ ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. എനിക്ക് കൈ പതുക്കെ അവിടെ നിന്ന് അയക്കാം. ഹോം മീറ്റിംഗ്, ഡിസ്പ്ലേ ഹോൾ മീറ്റിംഗ്, അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഹോൾ മീറ്റിംഗ്, ഇൻഡിപെൻഡന്റ് ഹോൾ മീറ്റിംഗ് ഞാൻ എടുക്കണം. എന്റെ ടീമിലുള്ള ലീഡേഴ്സിനെ കൊണ്ടത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യിക്കണം അല്ലെ. പ്ലാൻ സെഗ്മെന്റ് മീറ്റിംഗ് അല്ലെ. നമ്മൾ ഒരു സെഗ്മെന്റ്, ഉദാഹരണത്തിന് സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ കീസോൾ, പെയിന്റ്, ഹരിത സഞ്ജീവനി അല്ലെ, ഇതെല്ലാം നമ്മുടെ സെഗ്മെന്റ്സ് ആണ്. ന്യൂട്രിചാർജ്. ഇവരുടെയൊക്കെ പ്രോഗ്രാം നമ്മൾ എടുക്കണം. ആ സെഗ്മെന്റ് മീറ്റിംഗും എടുക്കണം. അവർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഓക്കെ, ഇത് നമ്മൾ മനസ്സിൽ വെക്കുക. ഈ കാണുന്നത് ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലാണ്. ഒരു 100 വർഷം മുമ്പുള്ള പറഞ്ഞിരിക്കുന്നത്, 1 രൂപ ഉണ്ടെങ്കിൽ ജീവിക്കായിരുന്നു ഒരു മാസം. 1940കളിൽ ഒരു 10 രൂപ ഉണ്ടെങ്കിൽ ജീവിക്കാമായിരുന്നു. ഒരുപക്ഷെ നിർമ്മല മനസ്സിലാവും, 1980കളിലെ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതം സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. 80കളിൽ അത് 1000 രൂപയാകുന്നു. 87ലാണ് എനിക്ക് ജോലി കിട്ടുന്ന 1150 എന്ന ബേസിക് സാലറിക്കാണ് ഞാൻ ജോലിക്ക് പ്രവേശിക്കുന്നത്. അത് 2000ങ്ങളാകുമ്പോൾ അത് 10,000 2020 അത് 1 ലക്ഷമാണ്. ഇന്ന് 2025 കഴിഞ്ഞ് 26. എവിടെ ആ ഫിഗർ എഴുതണം? ഏകദേശം 1.5-2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിന്ന് ശരിയായി ജീവിക്കാൻ സാധിക്കുന്നുള്ളൂ. ഇതാണ് നമ്മുടെ അവസ്ഥ. ഈ കാണിച്ചേക്കുന്നത് പ്രസന്റ് നമ്മൾ മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതാണ് നമ്മൾ ആവറേജ് ഓരോ മലയാളി കുടുംബവും മലയാളി ഫാമിലിയും. ഇഷ്ടംപോലെ പൈസ നമ്മൾ മെഡിസിന് വേണ്ടി, മെഡിസിൻ ഡിപ്പെൻഡബിൾ ആണ്. ഓക്കെ, എന്താണ് സൊല്യൂഷൻ? തീർച്ചയായിട്ടും നമ്മളെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ടോ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എസ്പെഷ്യലി ഈ RCM സിസ്റ്റത്തിലേക്ക് പുതിയതായിട്ട് വന്ന ആൾക്കാരോടാണ് പറയുന്നത്, നമുക്ക് 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള RCM കൺസ്യൂമർ പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി നമുക്ക് എന്ത് അഷുറൻസ് തരുന്നു? നമ്മുടെ ആരോഗ്യം തരുന്നു. ആരോഗ്യത്തോടൊപ്പം പിന്നെ നമുക്ക് എന്ത് കിട്ടും? സംശയങ്ങളൊന്നുമില്ല, നമുക്ക് വരുമാനം തരും. നമ്മൾ ഒരു ചെറിയൊരു പ്രസന്റേഷൻ വേറൊന്നുമല്ല. ഒരു ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ 10 രൂപ വിലയുള്ള സാധനം മാർക്കറ്റിൽ കിട്ടുമ്പോൾ 50 രൂപ നമ്മുടെ മിനിമം കോസ്റ്റ് കൊടുക്കണം.
കാരണം അത് പരസ്യത്തിനും അല്ലെ മറ്റെല്ലാ കാര്യങ്ങൾക്കും കൂടി കൊടുക്കുമ്പോൾ വലിയൊരു എഫർട്ട് അതിന്റെ പിന്നിൽ പോകുന്നു. എന്നാൽ ഡയറക്ട് മാർക്കറ്റിംഗിൽ നിങ്ങൾക്ക് നോക്കാം, നമുക്ക് കസ്റ്റമർ ഫ്രം മാനുഫാക്ചർ ടു ദ കസ്റ്റമർ 80 രൂപ വിലയുള്ള സാധനം നമുക്ക് 70 രൂപയ്ക്ക് ഒരു 10, 20 മുതൽ 30% വരെ നമുക്ക് ഡിസ്കൗണ്ടിൽ നമുക്ക് പ്രോഡക്റ്റുകൾ കിട്ടുന്ന ഒരു രീതിയുണ്ട്. ഇവിടെ കാണിച്ചേക്കുന്നത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഡയറക്ട് മാർക്കറ്റിംഗ് ചെറിയൊരു കമ്പാരിസൺ ആണ്. മാർക്കറ്റിൽ ഇവിടെ എന്താണ് നമ്മളെ സംബന്ധിച്ച് ട്രഡീഷണൽ മാർക്കറ്റിൽ ഹൈ കോസ്റ്റ് ആണ്, ഇവിടെ നമുക്ക് റീസണബിൾ കോസ്റ്റ് ആണ്. അത് ഞാൻ തീർച്ചയായിട്ടും വരും ടാബുകളിൽ നമുക്ക് കാണിക്കും. ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റുകൾ ഇഷ്ടം പോലെ. കഴിഞ്ഞ ദിവസം ഒരു MB പറഞ്ഞേക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നു. 71% സഹിതം ഇന്ന് അഡൾട്രേറ്റ് ഫോമിൽ കിട്ടുന്നുണ്ട്. ഒറിജിനൽ പ്രോഡക്ട്സ് നമുക്ക് ഇവിടെ ലഭിക്കുന്നു. ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ്. എന്ന സിസ്റ്റത്തിൽ എന്താണ് നമ്മുടെ ആരോഗ്യം ആദ്യം സംരക്ഷിക്കുന്നു. ഗവൺമെന്റ് ടാക്സ് പലപ്പോഴും വെട്ടിക്കുന്ന നടക്കുന്നു. ഇവിടെ ഒരു പൈസ പോലും ടാക്സ് വെട്ടിക്കുന്നില്ല. 100% ടാക്സ് പേ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നു. മോസ്റ്റ്ലി ഇന്റർനാഷണൽ കമ്പനി പ്രോഡക്ട്സ് നമുക്ക് ഇവിടെ കിട്ടുന്ന 100% ഇന്ത്യൻ പ്രോഡക്ട്സ് അല്ലെ, സ്വദേശി ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങി ഉപയോഗിക്കേണ്ട ഒരു അവസരം കിട്ടുന്നുണ്ട്. കസ്റ്റമേഴ്സിന് ആരും ബെനിഫിറ്റ് കൊടുക്കുന്നില്ല. ഇവിടെ നമുക്ക് എല്ലാ ബെനിഫിറ്റും കസ്റ്റമേഴ്സിനാണ്. നമ്മൾ തീരുമാനിക്കാൻ നമുക്ക് ഏത് വേണം. ഇതിന്റെ ഫൗണ്ടറാണ് TCG. തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമിച്ചുകൊണ്ട് നമ്മൾ ഈ സെഷനിലേക്ക് ഒന്നുകൂടി കടക്കുവാണ്. ഇത് RCM കൺസ്യൂമർ പ്രൊഡക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് വെൽവാനാണ്. 77 ടെക്സ്റ്റൈൽ ബിസിനസ്സുമായിട്ട് നിന്ന് ആ സമയം നോക്കുവാണെങ്കിൽ 10 തുണി കമ്പനികളുണ്ടെങ്കിൽ 1 among them അത്രയ്ക്ക് ഒരു മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയൊരു ഫേം ആയിരുന്നു. 2000-ൽ എന്താകുന്നത് ഡയറക്ട് മാർക്കറ്റിംഗ് വരുന്നത്. അതിൽ താഴെ എഴുതിക്കുന്ന ഹിന്ദിയിലാണ് മേ മാലിക് ഹൂ. ആരാണ്? മാലിക്. ആർക്ക് നമ്മളെ കമ്പനി അല്ല ആരോട് പറയും? ആര് പറഞ്ഞു തരും? നീയാണ്. സോറി, ഇവിടെ എന്താണ് ഒരു 576 രൂപ നമുക്ക് ലാഭം നമുക്ക് കിട്ടുന്നു. പ്രൊഡക്റ്റ് റേഞ്ച് പറഞ്ഞാൽ കാർ കൺസ്യൂമബിൾ, അഫോർഡബിൾ ആൻഡ് റിപ്പീറ്റബിൾ പ്രൊഡക്റ്റുകളാണ് നമുക്ക് RCM-ലൂടെ കിട്ടുന്നത്. RCM-ന്റെ ആപ്തവാക്യം ട്രാൻസ്ഫോമിംഗ് ലൈഫ്, ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾ കേൾക്കുമ്പോൾ പലതും കേട്ട രീതിയിൽ തോന്നുകയുള്ളൂ. ഓരോരുത്തരും തീർച്ചയായിട്ടും നിങ്ങൾ തിരുത്തി ചിന്തിച്ചു നോക്കണം. ഇത് ശരിയാണോ തെറ്റാണോ? വരും സമയങ്ങളിൽ നമുക്കത് ബോധ്യപ്പെടുത്തുകയാണ് എന്റെ കടമ. നമ്മൾ ഓരോരുത്തരും ഇതിന്റെ നമ്മൾ പറയില്ലേ, നമ്മൾ ഓരോരുത്തരും പട്ടാളക്കാരാണ്, നമ്മൾ പടയാളികളാണ്. യെസ്, നമ്മുടെ ലക്ഷ്യം ഒരു നല്ല ഇന്ത്യ വാർത്തെടുക്കുക എന്നതാണ്. ആ ലക്ഷ്യം നമ്മൾ ഒരിക്കലും വ്യതിചലിക്കില്ല, നമ്മളത് നേടുക തന്നെ ചെയ്യും. RCM-ന്റെ ഏറ്റവും വലിയ പ്രത്യേകത വൈ നിങ്ങൾ എന്തുകൊണ്ട് RCM സ്വീകരിക്കണമെന്ന് വെച്ചാൽ അതിന്റെ ഏറ്റവും വലിയ ഉത്തരം പറഞ്ഞാൽ ഞാൻ പറയും, നമുക്ക് ഒറിജിനൽ പ്രോഡക്റ്റ് ലഭിക്കുന്നു. ബില്ലില്ലാണ്ട ഒരു പ്രോഡക്റ്റ് പോലും നമുക്ക് കിട്ടാൻ നിവർത്തിയില്ല. 100% എല്ലാ പ്രോഡക്റ്റിനും പ്രോപ്പർ അഫോർഡബിലിറ്റി. 100 എണ്ണ ഒരു കടയിൽ വന്നാൽ 99 എണ്ണ ബില്ലടിച്ചാൽ ഒരെണ്ണം ബാക്കിയിരിക്കും. 101ാമത്തെ പ്രോഡക്റ്റ് ബില്ലടിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അത്രയ്ക്ക് ഫുൾ പ്രൂഫ് സിസ്റ്റമാണ് RCM. ഹെൽത്ത് ബെനിഫിറ്റ്സ്, ഹെൽത്ത് പ്രോഡക്റ്റ് നമ്മൾ എടുത്തു നോക്കിയാലും നമുക്ക് അവിടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കാണിക്കും. കുറച്ച് പ്രോഡക്റ്റുകൾ കാണിക്കുന്നുണ്ട്. എന്താണ്? ഗുഡ് മോർണിംഗ് ടിൽ ഗുഡ് നൈറ്റ് പ്രോഡക്ട്സ് നമുക്കുണ്ട്. പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ്. ഇന്ന് ഞാൻ അതൊരു ഡെന്റൽ ഡോക്ടറെ കൊടുത്തു. ഡോക്ടർ പറഞ്ഞു, മൊത്തം വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് സെൻസോഡമൊക്കെയാണ് ആൾക്കാർക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞ് അതിനേക്കാൾ നല്ലത് ഒരു സെൻസോഡം വാങ്ങാനുള്ള പൈസ കൊണ്ട് 3 പേസ്റ്റ് കിട്ടും എന്നത് മാത്രമാണ് ഇവിടെ ഒരു ദോഷം. അതൊരു ദോഷമാണ്. മാഡം ഭയങ്കരമായിട്ട് ചിരിച്ചു. ഇത് റിയൽ ആണോ? തീർച്ചയായിട്ടും 2 ദിവസത്തിനകം ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രത്യേകതയാണ്, നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ ആ പ്രോഡക്റ്റ് നമ്മളോട് സംസാരിക്കും. ഇന്ന് പലർക്കും സമയമില്ല, തിരക്കാണ്, ആ പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഫേസ് വാഷ്, നമ്മൾ സ്ഥിരമായിട്ട് മുഖത്ത് സോപ്പ് അല്ല യൂസ് ചെയ്യേണ്ടത്. ഈ ഫോർമുല നിങ്ങൾ അപ്ലൈ ചെയ്ത് കുറച്ച് നാൾ നിങ്ങളുടെ മുഖം സോപ്പിന് പകരം ഫേസ് വാഷ് കൊണ്ട് മാത്രം ഒന്ന് വാഷ് ചെയ്ത് അതിന്റെ ഗുണം ഒന്ന് അനുഭവിക്കൂ. സോപ്സ് അപ്ലൈ ചെയ്യാൻ നമ്മുടെ ദേഹത്ത് കൈകാലിനൊക്കെ അപ്ലൈ ചെയ്യേണ്ട സോപ്സ് ആണ്. എന്നാൽ ഇന്റിമേറ്റ് പോർഷനിൽ പോലും നമ്മൾ എന്ത് ഭാഷയാണ് പുരുഷനും സ്ത്രീക്കും ഇന്റിമേറ്റ് ഏരിയ. കാരണം ഡിഫറെന്റ് pH ഉണ്ടെന്ന് RCM സിസ്റ്റം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്താ സൗകര്യം ആലോചിച്ച് നോക്കണം. നമ്മളിൽ വന്ന മാറ്റം ആലോചിക്കുക. ഞാൻ കുറച്ച് കഴിയുമ്പം എന്റെ സ്റ്റോറി ഒന്ന് കണക്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. ഓർക്കുക,
ഇവിടെ നമുക്ക് വേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് ഡ്രസ്സ്, ഞാൻ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് കംപ്ലീറ്റ് ആർസ്യമാണ്. എവിടെ പോയാലും ഇന്ന് ആർസ്യം ഇഷ്ടം പോലെ. ഇന്ന് ഓൺലൈനിലൂടെ ഇവിടെയൊക്കെ ആൾക്കാർ മത്സരിച്ചതാ. ഞാൻ ഇന്നലെ ഈ ചുരിദാർ ഓർഡർ ചെയ്തു, ഇനി അതേ ചുരിദാറാണ് ഞാനും ഓർഡർ ചെയ്തു. ഷർട്ട്സ് ഇപ്പൊ ഇഷ്ടം പോലെ പ്രൊഡക്റ്റുകളുണ്ട്. നിങ്ങൾക്ക് ഇന്നും ഈ നിമിഷവും ഓൺലൈൻ ഓർഡർ കൊടുത്താൽ ഒരു 3-4 ഇപ്പൊ വീണ്ടും ഫാസ്റ്റ് ആയിട്ട് കിട്ടി തുടങ്ങി. ഞാൻ ഇടയ്ക്ക് പലരോടും പറഞ്ഞു 8-10 ദിവസം കിടക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം മോർ സാറ് ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് അതിൽ ഓർഡർ ചെയ്ത പലർക്കും എൻ്റെ ഒരു സുഹൃത്ത് ഓർഡർ ചെയ്ത് അദ്ദേഹത്തിനും ഇന്നലെ പ്രോഡക്റ്റ് കിട്ടി. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും ഇന്ന് നമുക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് അവരെ വീട്ടിലെത്തിക്കാം. ഈ ഓൺലൈൻ ഓർഡർ അവരെ അഡ്രസ് അടിച്ചു കൊടുത്താൽ അവിടെ എത്തും. നിങ്ങൾക്ക് ഓപ്ഷൻ 2 ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് പേയ്മെന്റ് കൊടുക്കാം, അതല്ല അവരാണ് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ആ ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ്. എത്ര സൗകര്യം അല്ലെ? ബേബി ഡയപ്പർ, കുട്ടികൾക്കുള്ള ഡയപ്പർ ഉണ്ട്. എൻ്റെ മകളുടെ മകൾ ജനിച്ച അതിന്റെ ഏകദേശം 1 മാസം മുമ്പ് ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ വന്നു. നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെ, പറഞ്ഞു കേട്ടിട്ടുണ്ട്, ജെന്യൂൻ ആയിട്ട് നമ്മൾ ആഗ്രഹിച്ചാൽ അത് ഈ സിസ്റ്റം നമുക്ക് നടത്തി തരും. അതാണ് സംവിധാനം. കാരണം എനിക്ക് ആർച്യം എന്ത് തന്നെന്ന് ചോദിച്ചാൽ ഞാൻ ആഗ്രഹിച്ചതെല്ലാം ആർച്യം തന്നു എന്ന് ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം പറഞ്ഞു. ഒരുങ്ങിയ പ്രോഡക്ട്സുകൾ അല്ലെ, ഹെയർ ഷാമ്പു, ഹെയർ ഓയിൽ, ഒരു സൂപ്പർ അഥവാ വണ്ടർഫുൾ പ്രോഡക്റ്റ്. ഇന്നൊരു കസ്റ്റമർ വിളിച്ചിരുന്നു. മറ്റൊന്നുമല്ല, ഗാമ കൊടുത്ത്, എൻ്റെ ഒരു റിലേറ്റീവ് ആണ്, മധുസീയവും ഗാമ ഇതെല്ലാം കൊടുത്തിട്ട് മധുസീയം തീർന്നു പോയി. ഗാമ അവരുടെ കയ്യിൽ വീണ്ടും യൂസ് കണ്ടിരിക്കുകയായിരുന്നു. ഇത് പറഞ്ഞ് മധുസീയത്തെക്കാൾ എനിക്ക് ഇഷ്ടം ഗാമ. എന്താണ് റീസൺ എന്ന് എനിക്ക് അറിയത്തില്ല. ഗാമ കണ്ടിന്യൂ ചെയ്യുന്നു. ഷുഗറൊക്കെ ഏകദേശം ഒരു നോർമലായി. ഗാമ കഴിക്കുമ്പം ഗ്യാസ്ട്രിക് പ്രോബ്ലം ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ റിസൾട്ട് എന്ന് പറയുന്നത്. ഒരു ലേഡിയാണ്, 2 പേർക്കും കൊടുത്തതാണ്. ഹസ്ബൻഡ് എത്തണോ എന്നുള്ള ഡൗട്ടിലായിരുന്നു. ഇപ്പൊ വൈഫ് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു യെസ് എനിക്കും തന്നേക്കും. എനിക്ക് ഏകദേശം ഒരു 4-ലധികം കസ്റ്റമേഴ്സ് ഉണ്ട്. ഞാൻ അതായത് ഇവിടെ നാട്ടിലല്ല, വിദേശത്താണ്. അതൊക്കെ എപ്പോഴും അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗാമ ഞാൻ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പറയണം ആൾക്കാരോട് ഇതിന്റെ ഗുണഗണങ്ങൾ. നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട, മക്കളെ കൊണ്ട് ഗൂഗിളിൽ ഒന്ന് നോക്കിക്കുക. നമ്മൾക്കൊരു പക്ഷേ നോക്കിയാൽ കൃത്യം മനസ്സിലാക്കുക. മക്കൾ നോക്കിയിട്ട് പറയും അമ്മേ ഇതിലെ ഒരു സാധനം എനിക്കും വാങ്ങി തന്നോ. അത്രയ്ക്ക് നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഗാമ. നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ് ഇത്. ഗാമയും എണ്ണയും ഒക്കെ ഉണ്ടോ ഇല്ലേ എന്ന് പലർക്കും സംശയമുള്ളവരുണ്ടായിരുന്നു അല്ലെ. അടുത്ത മാസം എന്ന് പറയില്ല, ഏപ്രിൽ മാസത്തിൽ കേരളത്തിൽ നിന്ന് ഒരു വലിയ ടീം എവിടെ പോകുന്നുണ്ട്? ഈ ദുരിയിൽ ഗാമ ഒറിസോൺ ഫാക്ടറി, ഹെൽത്ത് ഗാർഡ് ഓയിലിന്റെ ഫാക്ടറി, ഇതൊക്കെ വിസിറ്റ് ചെയ്ത് വരുന്നവരോട് നിങ്ങൾ ചോദിക്കുക. പറ്റുമെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും അവിടെ പോയി നിങ്ങളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുക. ഗാമയുടെ ഓഫർ എന്തെങ്കിലും കിട്ടുന്ന സമയത്ത് നമുക്ക് അത് പോയി കാണണം. കാരണം നമ്മൾ കാണുന്നത് പോലെ അല്ലല്ലോ പറഞ്ഞു കേൾക്കുന്നത്. പറയുന്നത് എല്ലാവരും വിശ്വസിച്ചിരുന്നെങ്കിൽ എത്ര സൗകര്യമായിരുന്നു. പലർക്കും ഇന്നും സംശയങ്ങളാണ്. തവണയിൽ എണ്ണയുണ്ടോ എന്നെല്ലാം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇഷ്ടംപോലെ ടെസ്റ്റ് റിസൾട്ടുകൾ ഈ ഇരിക്കുന്നതിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. 99% പേരും ഈ രണ്ട് ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നവരാണ്. തീർച്ചയായിട്ടും ഡയബറ്റിക് ഈ 2026 എന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരാളിന്റെ ഡയബറ്റിക് ഞാൻ മുഖാന്തരം മാറ്റിയെടുക്കുക. നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ എൻ്റെ പല പ്രോഗ്രാമുകളിലും പറഞ്ഞു, നമ്മളും ഇതിന് എന്താ പറയാ ഒന്ന് സഹായിക്കണം. നമ്മളെല്ലാവരും ഏറ്റവും കുറഞ്ഞത് ഇപ്പൊ ഇതിൽ ഏകദേശം 470 പേരുണ്ട് അല്ലെ. നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? നമ്മുടെ പരിചയത്തിലുള്ള ഒരാളിന്റെ ഒരു ഡയബറ്റിക് ഒന്ന് റെഡിയാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും. ശരിയല്ലേ? നമ്മളെ ഉൽപ്പന്നങ്ങൾ കൊടുത്ത് അവരെ ഡയബറ്റിക് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നൊരു സേവനം. നമ്മളോട് സേവനം ചെയ്യൂ എന്ന് പറയുമ്പോൾ ചെറിയൊരു സേവനം അതൊരു വലിയ ഉപകാരം. എന്നും നിങ്ങൾ അവര് എന്താ പറയാ നന്ദിയുള്ളവരായിരിക്കും. അവര് പറയും എന്റെ ഷുഗർ മാറാൻ കാരണം നിങ്ങളാണെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കണം. തീർച്ചയായിട്ടും
നമുക്ക് പറയില്ലേ ഹെർബൽ ടിൻസ്, നമുക്ക് അലുവേര ആൻഡ് ഗിലോയ് തുളസി സൂപ്പർ പ്രൊഡക്റ്റുകളാണ്. നമുക്ക് ചായ കുടിക്കാം, ചായ മസാലയുണ്ട് അല്ലെ, ഗ്രീൻ ടീ ദ ബെസ്റ്റ്, എന്താ പറയുക, ദ ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഗ്രീൻ ടീ. ഡീടോക്സിഫൈ ചെയ്യാൻ, നമ്മുടെ ബോഡിയെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നതാണ് ഗ്രീൻ ടീ. അതുപോലെ നമുക്ക് ഗോതമ്പ് പൊടി, മസാലകൾ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, ഇതൊക്കെ നമ്മൾ ഒന്ന് സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും വാങ്ങിക്കോളും, സംശയം ഒന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ഒരു സ്പെഷ്യൽ വെറൈറ്റി ഇതാണ് നമ്മുടെ ക്വിനുവ. ഇന്ന് ഇഷ്ടംപോലെ മില്ലറ്റ്സ് ആൾക്കാർ തേടി നടക്കുന്നുണ്ട്. മില്ലറ്റ്സുകളുടെ രാജ്ഞി ക്യൂൺ ഓഫ് മില്ലറ്റ്സ് എന്ന് പറയുന്നത് ക്വിനുവ തന്നെയാണ്. നമുക്ക് ക്വിനുവ ഉണ്ട്. അതുപോലെ ഇപ്പൊ ജോയ് ബൈറ്റ്സ്, ജോയ് ബൈറ്റ്സ് ആൻഡ് എനർജി റിഫ്രഷർ മാത്രം ഉപയോഗിച്ച് ലഞ്ച് കഴിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടു. കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രോഗ്രാമിൽ പോയപ്പോൾ ഈ 2 പ്രോഡക്റ്റ് മാത്രമേ കഴിക്കുന്നുള്ളൂ. അത് പേൾ അച്ചീവറാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല. ഞാൻ ചോദിച്ചത് മതി, യെസ് ഇത് മതി. ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഇത് രണ്ടും ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് പിടിച്ച് നിൽക്കാൻ സാധിക്കും. എത്ര നല്ല നൂഡിൽസ് നമുക്കല്ലേ. PVMF. വർഷങ്ങളായിട്ട് ഞാൻ ഈ പറഞ്ഞ പവർ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കുന്നത്. ഇപ്പൊ ചില ദിവസങ്ങളുടെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാറുണ്ട്. എന്നാൽ യാത്രയൊക്കെ ഉള്ള സമയത്ത് അഥവാ ഞാൻ ടോട്ടലി PVMF, പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽസ്, ഫൈബർ വിത്ത് ഗാമ ഒറൈസിനോൾ അല്ലെ, കിഡ്സ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഡക്ട്സ് നമുക്കുണ്ട്. ദ ബെസ്റ്റ് പ്രോഡക്റ്റ് അവൈലബിൾ. എൻ്റെ ഒരു ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ കാഷ്വലി സംസാരിക്കുമ്പോൾ അത് omega-3 കഴിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഏത് ഒമേഗയാണ് കഴിക്കുന്നത് ഒരു ചെറിയൊരു ഫംഗ്ഷൻ വെച്ചായിരുന്നു. അപ്പൊ പറഞ്ഞ പേഴ്സണലി ആണ് ചോദിക്കുന്നത്. അത് പറഞ്ഞ അതെ, omega-3 നമുക്ക് നല്ലതായുണ്ട്. ഒരു 500 മില്ലിഗ്രാം, 500-550 മില്ലിഗ്രാമോളം വരുന്ന 2 ടാബ്ലറ്റ്സ് പെർ ഡേ ഒരു ദിവസം കഴിക്കുന്നതിന് അദ്ദേഹത്തിന് വരുന്ന ചെലവ് 1630 രൂപ ഒരു മാസത്തേക്ക്. ഞാൻ പറഞ്ഞു അതിനേക്കാളും നല്ല omega-3. ഞാൻ സോഴ്സ് പറഞ്ഞു, കോൾഡ് പ്രസ് ടെക്നോളജി എന്ന് പറഞ്ഞു. ആൾ പറഞ്ഞു എന്റെ കയ്യിൽ ഒരു 10-17 ദിവസത്തെ സ്റ്റോക്ക് കൂടി ഉണ്ട്, ഇത് കഴിയുമ്പോൾ എനിക്ക് ഈ പ്രോഡക്റ്റ് വേണം. ഞാൻ ഷോപ്പ് പറഞ്ഞു കൊടുത്തു, അദ്ദേഹം പ്രോഡക്റ്റ് വാങ്ങി. ഓർക്കുക, ഡോക്ടറാണ്. ഇന്ന് omega-3 ഇഷ്ടം പോലെ ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. നമ്മുടെ പ്രോഡക്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ വാങ്ങാൻ ഇഷ്ടം പോലെ ആൾക്കാർ. വ്യൂ വേണ്ടാത്തതായിട്ട് ആരുണ്ട്? നിങ്ങൾ സൂമിൽ ഇരിക്കുന്നു, നിങ്ങൾ സൂം കാണുന്നു എങ്കിൽ നിങ്ങൾ മൊബൈൽ ഇഷ്ടം പോലെ യൂസ് ചെയ്യുന്നു. തീർച്ചയായിട്ടും നമ്മൾ തുടങ്ങണം ന്യൂട്രിച്ചറി വ്യൂ കഴിച്ചു തുടങ്ങണം അല്ലെ. നമുക്ക് ഇഷ്ടം പോലെ നല്ല നല്ല പെർഫ്യൂമുകൾ, ഇൻഫിനിറ്റി എന്നതിൽ 4 ടൈപ്പ് പെർഫ്യൂംസ് ആണ്, എസ്പെഷ്യലി ഫോർ ലേഡീസ്. നല്ല പെർഫ്യൂംസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ നമുക്ക് ആക്സസറീസ്, ബാഗ്സ്, ചപ്പൽ, ഷൂ. എനിക്ക് ഇപ്പൊ 11 സൈസ് ഷൂ ഇടയ്ക്ക് കിട്ടാനായിരുന്നു, ഇപ്പൊ കിട്ടി. അത് കാരണം വളരെ സന്തോഷത്തിലാണ്. കാരണം ഓൺലൈൻ ഓർഡർ വഴി ഇന്ന് നിറയെ ചപ്പലും ഷൂവും, അതായത് റേർലി നമ്മുടെ കടയിലൊക്കെ പോകുമ്പോൾ കിട്ടാത്ത ഉൽപ്പന്നങ്ങൾ ഉറപ്പായിട്ടും കിട്ടുന്നത് നമ്മളെ ഇഷ്ടം പോലെ യഥേഷ്ടം സെലക്ഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ വീട്ടിൽ രാത്രി 12 1 മണിക്കോ യാത്രയിലോ എപ്പോഴോ നിങ്ങൾക്കത് ഓർഡർ കൊടുക്കാം. ഇതാ നമ്മളെ വീടിന്റെ ഭംഗി പിടിപ്പിക്കാൻ, വീട് മോടി പിടിപ്പിക്കാൻ ഓവർ പെയിൻസ് ഇഷ്ടംപോലെ സെഗ്മെന്റ് നമുക്കുണ്ട്. ഇന്നതാ ഓവർ പെയിൻസിന്റെ ഇഷ്ടം പോലെ ഓർഡേഴ്സ് നമുക്ക് കിട്ടി തുടങ്ങി. പെയിന്റ് കിട്ടാനുള്ള താമസം മാത്രമേ നമുക്കുള്ളൂ. ബാക്ക് ഇൻ സ്റ്റോക്ക് എഗൈൻ നമുക്ക് റിഫ്രഷൻ കിട്ടി തുടങ്ങി. ഇത് ഇല്ലാത്ത സമയത്താണ് ശരിക്ക് ഇതിന്റെ ഗുണം എന്താണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കിയ കുറച്ച് കാലഘട്ടമായിരുന്നു പിന്നിൽ കടന്നുപോയത്. ബാക്കിൽ നമുക്ക് തിരിച്ച് വീണ്ടും എത്തിയിട്ടുണ്ട് അല്ലെ. വെജ് ബൈറ്റ്സ്, നമ്മുടെ വെജിറ്റേറിയനിലേക്ക് പോകേണ്ട ആവശ്യം. വെജ് ബൈറ്റ്സ് ഈ ബിരിയാണി അത് ബസ്മതി റൈസ് ആണ്. ഇപ്പോഴത്തെ ഗുഡ് ബിരിയാണി. എന്റെ മകൻ ഇപ്പൊ സ്വന്തമായിട്ട് ഞാനും വൈഫും ഒക്കെ യാത്രയൊക്കെ പോവുകയാണെങ്കിൽ അവൻ പറയും ഒരു പ്രശ്നം വേണ്ട, അമ്മ ഒരു 10-15 പാക്കറ്റ് ബിരിയാണി വാങ്ങി വെച്ചിരുന്നാൽ മതി, എനിക്ക് ഒരു പാക്കറ്റ് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചോളാം. അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മുടെ വീട്ടിൽ മറ്റൊന്നും ഇല്ലെങ്കിൽ പോലും അവൻ സ്വന്തമായിട്ട് ഇത് ഉണ്ടാക്കി കഴിച്ചോളും. വളരെ ടേസ്റ്റി ആണെന്ന് പറഞ്ഞ് 3 പേർക്കൊന്നും കഴിക്കാൻ പറ്റില്ല, ഒരൊറ്റ ആൾക്ക് കഴിക്കാനേ പറ്റുള്ളൂ. അജ്മാകൂലി, ജൽജീര ആൻഡ് അനാർദനകൂലി. ഓർക്കുക, നമ്മുടെ വയറാണ് ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം അവിടെ നിന്നാണ് നമ്മുടെ രോഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർ ബെറ്റർ ഡൈജഷൻ, നമ്മുടെ ദഹനാവസ്ഥ നേരെയാക്കാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഇനി ഉള്ള സമയം, ചൂട് സമയത്ത് ഒരുപക്ഷെ ശരിക്കും വെള്ളമോ മറ്റെന്തെങ്കിലും നമ്മുടെ ബോഡിയിൽ അസിഡിറ്റി പോലെ ഫോംസ് കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു നല്ല പാനീയമാണ് ജൽജീര. എല്ലാവരും വീടുകളിൽ ഓരോ പാക്കറ്റ് വാങ്ങി വയ്ക്കുക. അജ്മാകൂലി പ്ലസ് അനർദനകൂലി ഡെയിലി കഴിക്കുന്ന ശീലവും, അജ്മാകൂലി ആവശ്യമുള്ളപ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ ബാഗിലൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം.
സമ്മർ ഡ്രിങ്ക്സ് എല്ലാം എത്തിക്കഴിഞ്ഞു. ഈ നോയമ്പ് സമയത്ത് ഇഷ്ടം പോലെ നമുക്ക് നോയമ്പ് തുറക്കാനും മറ്റുമെല്ലാം ഈ പ്രോഡക്റ്റുകൾ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. ഓക്കെ. അതേപോലെ നമ്മുടെ ഗുഡ്സിപ്പ് നമ്മുടെ ശരീരത്തിലുള്ള എന്താ പറയാ മിനറൽസ് ഒക്കെ നഷ്ടമാകുന്ന രീതിയിൽ നല്ല വിയർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുഡ്സിപ്പ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പ്യുർ കോഫി അങ്ങനെ നോക്കുമ്പോൾ നിറയെ പ്രോഡക്റ്റുകൾ അല്ലേ. സോറി, ആൾപ്രോ പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. പ്രോട്ടീൻ, റിച്ച് പ്രോട്ടീൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രോട്ടീൻ ഏതെന്ന് വെച്ചാൽ സംശയമൊന്നും വേണ്ട, അത് സോയ പ്രോട്ടീൻ, ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ തന്നെയാണ്. അതാണ് നമ്മുടെ മെയിൻ സോഴ്സ്. ഈവൻ ഈ ആൾപ്രോ കാണിച്ചിരിക്കുന്നത് ഇന്നത്തെ അവസ്ഥയിൽ എസ്പെഷ്യലി കുറച്ച് ഏജ്ഡായ ആൾക്കാർക്ക് പ്രോട്ടീൻ നമുക്ക് കൊടുക്കാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയ പ്രോട്ടീനാണ് ആൾപ്രോ. കാരണം അത് പ്രത്യേകിച്ച് ഒരു രുചിയോ മണോ ഒന്നും തരത്തില്ല, എന്നാൽ ഹൈ ക്വാളിറ്റി 84% പ്യുവർ ഇൻ പ്രോട്ടീൻ ആൻഡ് പംകിൻ സീഡ് പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് സാധാരണഗതിയിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഒക്കെ മാറാൻ ഇത് സഹായിക്കും. അപ്പൊ അതുകൊണ്ട് ഏത് പ്രോട്ടീൻ എന്ന് വെച്ചാൽ ഈ കാണിച്ചേക്കുന്ന 1, 2, 3, 4 പ്രോട്ടീൻ മാത്രമല്ല, ഇനി ഒരു 3 പ്രോട്ടീൻ കൂടി നമുക്ക് എക്സ്ട്രാ ഉണ്ട്. പ്ലസ് നമുക്ക് കിഡ്സ് കൊണ്ടുവന്ന കാര്യം ഓർപ്പിക്കുകയാണ്. ഹരിത സഞ്ജീവനി RCMന്റെ ആപ്തവാക്യം നമ്മൾ നോക്കുക, ട്രാൻസ്ഫോമിംഗ് ലൈഫ്, ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നമ്മൾ ഓർക്കുക, ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ RCMന് നമ്മളോടുള്ള കരുതൽ എന്താണെന്ന് നമ്മൾ ഓർക്കുക. നമ്മളെ കാര്യം മാത്രമല്ല, മണ്ണിന്റെ കാര്യത്തിലും RCMന് കരുതലുണ്ട്. കാരണം ഇന്നത്തെ അവസ്ഥയിൽ മണ്ണ് വളരെ മോശമാണ്, അഥവാ ജീവനില്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ മണ്ണ്. അതിനെ സംരക്ഷിക്കാൻ തീർച്ചയായിട്ടും ജൈവ കൃഷിയിൽ അഥവാ ഹരിത സഞ്ജീവനിയുടെ ഈ ഉൽപ്പന്നങ്ങൾ 100% ജൈവവും അഥവാ ഓർഗാനിക് ആണ്. അതായത് NPOP സർട്ടിഫൈഡ് പ്രോഡക്റ്റുകളാണ്. 100% കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പ്രോഡക്റ്റുകളാണ്. ഇതിൽ ആദ്യം കാണിച്ചിരിക്കുന്ന ആ ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റ് ഇതിൽ കാണിച്ചിട്ടില്ല. ഈ 2 പ്രോഡക്റ്റ് തീർച്ചയായിട്ടും നമ്മളെ എല്ലായിടങ്ങളിലും അർബൻ ഏരിയയിലും ഇന്ന് മലയാളിയുടെ വീട് നോക്കിയാൽ ഗാർഡൻ ഇല്ലാത്ത ഒരു വീട് പോലുമില്ല. നമ്മളൊരു സാധാരണ ഉൽപ്പന്നം കൊണ്ട് ആ വീട്ടിലേക്ക് നമുക്കൊരു എൻട്രി കിട്ടുക നമുക്ക് വലിയ പ്രയാസമായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എവിടെയും ഒരു ടെസ്റ്റ് ഡോസ് പോലെ കൊടുക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് ഗാർഡൻ ഗോൾഡ്. ഒരു ചെടിയുടെ ചുവട്ടിൽ ഒരു 50 മുതൽ 100 ഗ്രാം വരെ ഗാർഡൻ ഗോൾഡ് നിങ്ങൾ ഇട്ടാൽ ഒരു 5 ദിവസം അല്ലെ 7 ദിവസത്തിനുള്ളിൽ നിങ്ങളോട് പറയും, എനിക്ക് 2 പാക്കറ്റ് കൂടി തന്നുകൊള്ളൂ. ഉറപ്പുള്ള കാര്യമാണ്, എനിക്കിത് അനുഭവമുള്ള കാര്യം. അത്രയ്ക്ക് പ്യുവർ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഗാർഡൻ ഗോൾഡ്. നമ്മുടെ ജൈവ വളമാണ് ഗാർഡൻ ഗോൾഡ്. അതേപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ട് ഹരിത സഞ്ജീവനിയുടെ 4 ആപ്ലിക്കേറ്റർ ഉണ്ട്, സോയിൽ ഹെൽത്ത് ഉണ്ട്, ഫുഡ് സ്പെഷ്യൽ ഉണ്ട്, റാപ്പിഡ് ഉണ്ട്, ട്രേനാക്സ് ഉണ്ട്. ഇതിലൊക്കെ ഉപരി നമ്മുടെ കയ്യിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡിഫൻഡ്. കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് വളരെ അത്യാവശ്യമായ ഒരു പ്രോഡക്റ്റ് ആണ് ഡിഫൻഡ്. പിന്നെന്തുണ്ട്, നമുക്ക് മിലാപ്പ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ട്. നമ്മൾ ചെടിക്ക് വളം കൊടുക്കുമ്പോൾ അല്ലെ, അവിടെ എന്ത് വേണം, ആ ചെടി അത് സ്വീകരിക്കണമെങ്കിൽ അത് ആ വെള്ളത്തിന്റെ ഈ പറഞ്ഞ pH കണ്ടീഷൻ കുറച്ച് അസിഡിക് അഥവാ 4 to 6 എന്ന സ്റ്റേജിലാക്കാൻ നമുക്ക് വാട്ടർ കണ്ടീഷണറായിട്ട് മിലാപ്പ് എന്ന പ്രോഡക്റ്റ് ഉണ്ട്. പ്ലസ് പിന്നെന്താണ് ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റ്. ഇത് നമ്മൾ ഒരു 3 ബോട്ടിൽ ലിക്വിഡ്സ് ആണ് വരുന്നത്. ഈ ലിക്വിഡുകൾ 2.5 ml വീതം ഒരു 10 ദിവസം ഗ്യാപ്പിൽ ചെടിയിൽ സ്പ്രേ ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈപ്പ് എന്താ പറയുക ശല്യങ്ങൾ ഇൻ ദ സെൻസ് നമുക്ക് ഒരു കാരണവശാലും ചെടിയിൽ എന്തുണ്ടാവില്ല, കീടങ്ങളോ അല്ലെങ്കിൽ ചെടിക്ക് അസുഖങ്ങളൊന്നും വരത്തില്ല. അപ്പൊ എത്ര നല്ല സംവിധാനം നമ്മൾ ആലോചിക്കും. മണ്ണിനെ സഹിതം നന്നാക്കാൻ സാധിക്കുന്നു. പഞ്ചോളസി നമുക്ക് S5, അതേപോലെ തന്നെ നമുക്ക് എല്ല് തേയ്മാനം ഇന്നലെ നമ്മൾ പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ട്. നമുക്ക് ഫാറ്റ് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സംവിധാനമുണ്ട്. നമുക്ക് രാത്രി കടന്നുറങ്ങുമ്പോൾ നമ്മുടെ ഗട്ട് പ്ലസ് നമ്മുടെ ലിവർ ഇതിനെയൊക്കെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ. അതേപോലെ DHA ഉറക്കുറവ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ കിടന്നുറങ്ങാൻ നമുക്ക് ബെഡ്ഷീറ്റ് സഹിതമുണ്ട്. പ്ലസ് ഉദർസഭ നമ്മളെ ഗട്ട് അല്ലെ ദഹനം ശരിയാക്കാനും നമ്മളെ മോട്ടൻ നന്നായി ക്ലിയർ ആയി പോകാനും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഉദർസഭ എന്ന പ്രോഡക്റ്റ് തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ആൾക്കാർ 100% നമ്മൾ ഒരെണ്ണം വാങ്ങുകയും നമ്മൾ രാത്രി കിടക്കാറാകുമ്പോൾ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ നമ്മളിത് കുടിച്ച് പിറ്റേന്ന് രാവിലെ നമ്മൾ എന്ത് ചെയ്യുക, പുറത്തൊന്നും പോകാതിരിക്കുക.
ഒരു 8-9 മണിക്ക് ശേഷമേ യാത്ര പ്ലാൻ ചെയ്യുള്ളൂ. ഉറപ്പായിട്ടും നമ്മുടെ വയറൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്രോഡക്റ്റ് ഉദർത്തവ. ഓർക്കുക, നമ്മളെ സംബന്ധിച്ച് നമുക്ക് വേണ്ട എല്ലാ കരുതലും എവിടെയുണ്ട്? RCM-ലുണ്ട്. നമ്മളിത് അറിയുക, നമ്മളിത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, അതാണ് പ്രധാനം. ഇവിടെ നമുക്ക് ഡിസ്കൗണ്ട്സ്, എല്ലാവർക്കും ഡിസ്കൗണ്ട്സ് ഇഷ്ടമാണ്. ഞാൻ ആദ്യം കാണിച്ചതിൽ എന്തിലായിരുന്നു? DP-യിലായിരുന്നു. ഒരു JRCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MRP-യിൽ നിന്ന് മാറി നമുക്ക് DP എന്ന റേറ്റിലേക്ക് നമ്മൾ മാറും. എല്ലാ ഉൽപ്പന്നങ്ങളും 1639 ഇവിടെ 1339 ഏകദേശം 613 PV അവിടെയുണ്ട്. എന്താണ് അതിന്റെ ഗുണമെന്ന് നമുക്ക് നോക്കാം. ട്രഡീഷണൽ മാർക്കറ്റിൽ നമുക്ക് 2215 രൂപ കൊടുക്കുന്നത് നമുക്ക് MRP 1630, എനിക്ക് 38 ആയിരുന്നു തോന്നുന്നു. ചെറിയൊരു വ്യത്യാസം വന്നിട്ട് ആവശ്യമുള്ളത് ഞാൻ മാറിയിട്ടില്ല. DP എന്ന് പറഞ്ഞാൽ 1334. ജസ്റ്റ് ഇങ്ങനെ കാൽക്കുലേഷൻ അറിയാൻ വേണ്ടി മാത്രമല്ലേ. ഓക്കെ, ഒരു ഡിഫറൻസ് പറയുന്നത് 81 രൂപയാണ്. ഒരു 12 മാസം നമുക്ക് ഇങ്ങനെ ഈ ഒരു ചെറിയ എമൗണ്ട് പോലും നമ്മളൊന്ന് കണക്കാക്കിയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് 10,572 രൂപയാണ്. ഒരു 10 വർഷം കൊണ്ട് 1,05,720 രൂപ നമുക്ക് നഷ്ടപ്പെടും എന്നൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇത് കാണിച്ചതാണ്. തീർച്ചയായിട്ടും ഇവിടെ പ്ലസ് എന്തുണ്ട്? RCM എന്ന സിസ്റ്റത്തിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് 6 മാസം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഫ്രീ പ്രൊഡക്ട്സ് കൂടെ കിട്ടുന്നതാണ്. ഓക്കെ, ഇവിടെ നമ്മളൊരു തേയിലയുടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇനി ഒരു സോപ്പിന്റെ കാണിക്കാം. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. മാർക്കറ്റിൽ 85 രൂപ വിലയുള്ള ഒരു ഡവ് സോപ്പിനേക്കാളും നല്ല സോപ്പാണ് നമ്മുടെ സെൻസേഷൻ, അല്ലെ? നമ്മുടെ MRP 52, DP 39. ഫാമിലിക്ക് ഏകദേശം ഒരു 4 സോപ്പ് ആവശ്യമുണ്ടെങ്കിൽ 46 × 4 ആ ഡിഫറൻസ് ആണ്. 85 - 39 എന്ന് പറയുമ്പോൾ 46, 184 രൂപ ലാഭം കിട്ടുന്നുണ്ട്. ഒരു വർഷത്തെ സേവിങ്സ് പറയുകയാണെങ്കിൽ 2208 രൂപ. ഒരു 40 വർഷം ഇതേ സർക്കിളിൽ ഒരു സോപ്പ് ഉപയോഗിച്ചാൽ അവരുടെ ലാഭം അവർക്ക് നഷ്ടപ്പെടാൻ പോണ ഏകദേശം 1,00,000 രൂപയാണ്. 88,320 രൂപ. ഇത് നമ്മൾ മറക്കരുത്. ഇത് നമ്മളെ യൂസിന് നഷ്ടപ്പെടലാണ്. ഇനി നമ്മൾ ചെയ്യാതിരുന്നാലുള്ള നഷ്ടപ്പെടൽ നമ്മൾ കാണാൻ പോകുന്നത്. റിട്ടേൺ പോളിസി നമുക്ക് 30 days ഉണ്ട്. ഈ ആമസോൺ അതുപോലുള്ള നമ്മുടെ ഓൺലൈൻ മാർക്കറ്റിലോ മറ്റിടത്തൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് 7 days മാത്രമേ റീപ്ലേസ്മെന്റ് പോളിസി തരുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. MRP, DP, അല്ലെ? DP എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് അഥവാ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രൈസ്, PV എന്ന് പറഞ്ഞാൽ പർച്ചേസ് വോളിയം. ഇപ്പൊ എണ്ണയുടെ കാര്യം പറയണമെങ്കിൽ MRP 255, DP 213, PV 79 ആണ്. ഓക്കെ, ഈ PV-യുടെ 79 എന്ന PV-യുടെ 45% ആർക്ക് തരുന്നു? ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. നമുക്ക് ആർക്ക് തരുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അസോസിയേറ്റ് ബയേഴ്സ് അഥവാ നമ്മുടെ അവകാശമാണെന്ന് ഓർക്കുക. ഓക്കെ, ഈ 45% കാൽക്കുലേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ പെർഫോമൻസ് ഇൻസെന്റീവ് 22%, റോയൽറ്റി 8%, ടെക്നിക്കൽ ബോണസ് 5%, വൈറ്റൽ ഗ്രോത്ത് എന്ന് പറയുന്ന 2%, റോയൽറ്റി ഗ്രോത്ത് 2%, ടെക്നിക്കൽ ഗ്രോത്ത് ബോണസ് 2%, ഫ്രീ പ്രൊഡക്ട്സ് ആൻഡ് ക്യാഷ് അവാർഡ്സ് ഏകദേശം 4%. ഇതെല്ലാം കൂടെ ചേർത്ത് 45% എന്ന് പറഞ്ഞത് ഇതാണ് കാൽക്കുലേഷൻ. നമുക്ക് ഏവർക്കും ഇഷ്ടമുള്ള ഒരു കണക്കിലേക്ക് പോവുകയാണ്. അതാണ് ഫ്രീ ഫ്രീ ഫ്രീ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അല്ലേ? നമ്മുടെ പർച്ചേസ് കൺസിസ്റ്റന്റ് പർച്ചേസ് ആയിരിക്കണം. എല്ലാ മാസവും പർച്ചേസ് വേണം. ഓർക്കുക, എല്ലാ മാസവും ഒരു 6 മാസം മിനിമം പർച്ചേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്ത മാസം. ഈ മാസം നമ്മൾ ഏറ്റവും കുറഞ്ഞ പർച്ചേസ് 100 PV. അപ്പൊ പറയും ജോയിൻ ചെയ്യുന്ന ആൾക്കാർ 2000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ട്. ഉറപ്പായിട്ട് അപ്രോക്സിമേറ്റ്ലി ഒരു 1000 PV കാണും. ഇനി സെക്കൻഡ് മന്ത് അവർ പർച്ചേസ് ചെയ്തില്ല, തേർഡ് മന്ത് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അവിടെ കുടുങ്ങി. പലപ്പോഴും ആൾക്കാർക്ക് പറ്റുന്നൊരു മിസ്റ്റേക്ക്, നമ്മളായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നാണ് പറയുന്നത്. അപ്പൊ 100 PV മുതൽ 1499 PV വരെ ഇത് 6 മാസത്തെയും കൂടെ കൂട്ടും. ഓരോ മാസത്തെ പർച്ചേസും, അതായത് 2000, ചിലപ്പോൾ 2500 ആണെങ്കിൽ 2500, വീണ്ടും 500, അല്ലെ? ഇങ്ങനെ 6 മാസത്തെയും കൂടെ കൂട്ടിയതിനു ശേഷം ഇതിന്റെ 12% തരുന്നത്. 6 മാസം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 1000 എന്നാണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ 120 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ആണ് നമുക്ക് ലഭ്യമാണ്. ഓർത്തോളൂ. അപ്പൊ 12% 6 മാസത്തിന്റെ കൂടെ ടോട്ടൽ. അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ്, അവിടെ നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യത 100 PV-യിൽ താഴെയാണെങ്കിൽ ഇവിടെ അത് കണക്കാക്കില്ല. ഇനി എത്ര വരെ ആകാം?
5000 PV നമ്മൾ ചെയ്തു ഒരു മാസം, 5000 PV എടുക്കില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ മാക്സിമം കണക്കാക്കുന്നത് 2500 PV വരെ മാത്രം. ആദ്യത്തെ മാസം നിങ്ങൾ 2500 ചെയ്തു, രണ്ടാമത്തെ മാസം നിങ്ങൾ 500 ചെയ്തോളൂ, നോ പ്രോബ്ലം. ചെയ്ത 1500, രണ്ടാമത്തെ മാസത്തെ ഈ പറഞ്ഞ 500 എടുക്കും. മൂന്നാമത്തെ മാസം നിങ്ങൾ 5000 PV ചെയ്യുന്നെങ്കിൽ അവിടെ 5000 കണക്കാക്കില്ല, വെറും 2500 മാത്രമേ കണക്കാക്കുള്ളൂ. ഓക്കെ, അപ്പൊ ആ മാസം നമുക്ക് അങ്ങനെ കഴിയുമ്പോൾ അതിന്റെ ടോട്ടലിന്റെ 12% നമുക്ക് തരും. ഒരു മാസത്തെ മാക്സിമം കണക്കാക്കുന്നത് 2500 മാത്രമാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ബൈ ചാൻസ് ഒരു മാസം എനിക്ക് പർച്ചേസ് ചെയ്യാൻ സാധിച്ചില്ല, ഒന്നാം മാസം വാങ്ങി, രണ്ടാം മാസം വാങ്ങി, മൂന്നാമത്തെ പർച്ചേസ് ഇല്ല, നാലാമത്തെ മാസം നമ്മൾ 1500 PV എങ്കിലും മിനിമം പർച്ചേസ് ചെയ്താൽ, മിനിമം 1500 PV പർച്ചേസ് ചെയ്താൽ നമ്മളത് നാലാമത്തെ മാസമായിട്ട് 1500 കണക്കാക്കി പോകും. ഓക്കെ, അത് 6ാമത്തെ മാസത്തിൽ പറ്റില്ല, 5 മാസം വരെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓർത്തോളൂ, 1500 മുതൽ PV സാധനം നമ്മൾ വാങ്ങുവാണെങ്കിൽ 1500 DP പ്രോഡക്ട്സ് ഫ്രീ ആണ്. 1500 PV. ഓക്കെ, 2500 PV ആണെങ്കിൽ 2500 DPയുടെ പ്രോഡക്ട്സ് നമുക്ക് ഫ്രീ ആണ് 6 മാസം കഴിയുമ്പോൾ. അത് 7 8ാമത്തെ മാസമായിരിക്കും നമുക്കത് കിട്ടുന്നത്. 5000 PV വാങ്ങുമ്പോൾ 5000, മാക്സിമം എത്ര വാങ്ങിയാലും 5000-ന് മുകളിൽ എത്ര വാങ്ങിയാലും 5000 PVയുടെ 1000 DP പ്രോഡക്ട്സേ കിട്ടുള്ളൂ. ഉദാഹരണം 10000-ന് വാങ്ങിയാൽ 5000 DP, അവിടെ നമുക്കൊരു ക്യാഷ് റിവാർഡ് കിട്ടും, അത് 3000 രൂപ. 25000 വാങ്ങുമ്പോൾ 5000 DP പ്ലസ് ക്യാഷ് അവാർഡ് 12500 രൂപ. 50000 വാങ്ങുമ്പോൾ നമുക്ക് 5000 രൂപയുടെ ക്യാഷ് അവാർഡ്, DP പ്രോഡക്ട്സ് ക്യാഷ് അവാർഡ് 30000 രൂപ. ഇനി 50000 കഴിഞ്ഞാൽ പിന്നെ 75000 എന്ന സ്ലാബ് ഇല്ല, 1 ലക്ഷമേ ഉള്ളൂ. 50000-ന്റെ മൾട്ടിപ്പിൾസ് മാത്രമേ ഉള്ളൂ. ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ കൺസിസ്റ്റൻസി ബെനിഫിറ്റിനോടൊപ്പം നമുക്ക് ഒരിക്കലും എന്ത് കൂട്ടത്തില്ല, നമ്മളെ പെയിന്റിന്റെ പെയിന്റിന്റെ ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ, പല ആൾക്കാർക്കും പറ്റുന്ന കാര്യം, അബദ്ധം പറ്റരുത്, അതുകൊണ്ടാണ് കൃത്യമായിട്ട് എടുത്തു പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരാള് 5000 PV ചെയ്തിരുന്നു, കൃത്യമായിട്ട് ചെയ്തു. അടുത്ത മാസം 1800 PVയുടെ പെയിന്റും ഉണ്ട്, എന്നാൽ എത്രയുണ്ട്, പർച്ചേസ് ചെയ്തിട്ടുണ്ട്. PV ആണ് 6200. അപ്പൊ ആള് പറയുന്നത്, ഞാൻ എല്ലാ മാസവും 5000 PV വെച്ച് വാങ്ങി, എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് പ്രൊഡക്റ്റ് ഫുള്ള് കിട്ടിയില്ല, 4000 എത്ര രൂപയുടെ പ്രൊഡക്റ്റേ കിട്ടിയുള്ളൂ, എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞു, അങ്ങനെ സംഭവിക്കാൻ സാധ്യത 5000 കംപ്ലീറ്റ് 5000 കംപ്ലീറ്റ് ആണ്. പക്ഷേ അവരുടെ നമ്പർ അടിച്ച് നോക്കി പ്രൊഡക്ട്സ് പർച്ചേസ് നോക്കുമ്പോൾ 1800 PV 4ാമത്തെ മാസത്തെ പർച്ചേസ് പെയിന്റ് ആണ്. അപ്പൊ എന്ത് സംഭവിച്ചു? ഓർക്കുക, ഒരു PV കുറഞ്ഞാൽ പോലും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ടീമിൽ ആരെങ്കിലും ഇങ്ങനെ ഈ പർച്ചേസ് ചെയ്തെങ്കിൽ, എസ്പെഷ്യലി തുടക്കക്കാര്, നമ്മൾ എന്ത് ചെയ്യണം? ഗൈഡ് ചെയ്ത് കൊടുക്കണം, അബദ്ധം പറ്റരുത്. ജോയിൻ ചെയ്ത ആൾക്കാർ എന്ത് പറയും? ആദ്യത്തെ മാസം വാങ്ങുന്ന ചിലപ്പോൾ 1400 PV, രണ്ടാമത്തെ മാസം ചിലപ്പോൾ 2500 PV, മൂന്നാമത്തെ മാസം 5000 PV വെച്ച് ചെയ്യാൻ അവർ തയ്യാറായി. 6 മാസം കഴിഞ്ഞ് 8ാമത്തെ മാസത്തിൽ അവർക്ക് എന്ത് കിട്ടി? ഫ്രീ പ്രോഡക്റ്റ് കിട്ടി. ഫ്രീ പ്രോഡക്റ്റ് കിട്ടുന്നത് ആവറേജ് എടുത്താണ് കിട്ടുന്നത്. ഇപ്പൊ ഫസ്റ്റ് മന്ത് അതിനെ മോഡിഫൈ ചെയ്തതായിട്ട് സെക്കൻഡ് മന്ത് കണക്കാക്കിയാൽ ഇപ്പൊ വീണ്ടും മുകളിലേക്ക് പോയതുകൊണ്ട് തീർച്ചയായിട്ടും 2500 എന്ന അതിൻ്റെ ആദ്യം ചെയ്തതിന്റെ ആവറേജും കണക്കാക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആവറേജ് 5000 താഴെയാണ് കിട്ടുന്നത്. അവരൊരു ചോദ്യം ഇങ്ങോട്ട് ചോദിക്കും, ഈ കമ്പനിക്ക് 3ാമത്തെ മാസം മുതൽ കണക്കാക്കിയാൽ എന്താണ് കുഴപ്പം? നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ കൺസിസ്റ്റൻസി പർച്ചേസ് നമ്മൾ എന്നാണ് തുടങ്ങുന്നത്, എന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ മാസമാണ് തുടങ്ങുന്നത്. കമ്പനിയോട് പറയാൻ പറ്റില്ല ജനുവരി ഫെബ്രുവരി എടുക്കരുത്, മാർച്ച് മുതൽ തുടങ്ങും എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അത് പ്രത്യേകിച്ച് ഓർക്കുക. നമ്മൾ അറിഞ്ഞൂടാത്ത ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. മറ്റൊരു കാര്യം കൂടി പറയാം, ക്യാഷ് അവാർഡ് വാങ്ങുമ്പോൾ 10000 PV എന്ന ഇതിലാണ് ക്യാഷ് അവാർഡ് കിട്ടുന്നത് നമുക്ക് മിനിമം. അതിലും ഞാൻ ഫേസ് ചെയ്ത പ്രശ്നമാണ് പറയുന്നത്. ചിലരെന്ത് ചെയ്യും? 10000 കണ്ടിന്യൂസ്ലി വാങ്ങിക്കൊണ്ടിരിക്കും. ഒരാൾ 10000 12000 ഒക്കെ വാങ്ങി, ഒരു മാസം കുറച്ച് കുറഞ്ഞു പോയി. എത്ര? ഒരു 20 PV. ഈ 20 PV കുറഞ്ഞു പോയ മാസം കിട്ടുമോ ഇല്ലയോ? അവർക്ക്
ഈ പറഞ്ഞ 3000 രൂപ ക്യാഷ് അവാർഡ് കിട്ടാനുള്ള കഥ ഇല്ലാതെ അവർക്ക് ഫ്രീ പ്രൊഡക്ട്സ് കിട്ടും 5000, പക്ഷെ എന്തില്ല, ക്യാഷ് അവാർഡ് കിട്ടത്തില്ല. നമുക്ക് എന്തെങ്കിലും ഷോർട്ട് ഫോൾ വരുന്നത് ഡബിൾ ചെയ്ത് മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് 5000 PV മാത്രമേ ഉള്ളൂ. അതിന് മുകളിലുള്ള സ്റ്റാമ്പിലേക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന കാര്യം കൂടി ഇവിടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, താങ്ക് യു. ഈ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? എല്ലാം ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഒരു ചെറിയ കാൽക്കുലേഷൻ കാണിച്ചേക്കുന്നത് നമുക്ക് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒന്നും വേണ്ട. നമ്മളൊരു ഇന്റിമേറ്റ് വാഷ്, നല്ലൊരു പ്രോഡക്റ്റ്, നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് പഠിച്ച് ഒരു ദിവസം ഒരു 12 ഇന്റിമേറ്റ് വാഷ് ഒരു വാനിറ്റി ബാഗ് ഇട്ട് നമ്മൾ നടന്നാൽ പോലും ഒരു 55,000 രൂപ വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് ഒരു പ്രശ്നമില്ല. ഇന്റിമേറ്റ് വാഷ് മാത്രം വിറ്റ ഒരാളിനും അത് സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമ്മളൊരു പ്രധാന സെക്ഷനിലേക്ക് കടക്കുവാണ്. നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടീം ബിൽഡിംഗ് ആണ്. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഡ്യൂപ്ലിക്കേഷൻ, അല്ലെ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു വലിയൊരു ബിസിനസ്മാൻ 20 വർഷം അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ഥാപനം വളരെ നന്നായിട്ട് നടത്തി. 20 വർഷമാണ് നടത്തിയത്. 20 വർഷം കഴിഞ്ഞ് അദ്ദേഹം ഒരു ഫാമിലി ട്രിപ്പ് സിംഗപ്പൂരിലേക്ക് പോകാൻ തീരുമാനിച്ചു. ടിക്കറ്റ് എല്ലാം എടുത്തു. ആള് സിംഗപ്പൂരിലെത്തി. 2-ന്റെ അന്ന് ഇവിടെ വലിയൊരു റെയ്ഡ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് അവിടെ സമാധാനം ഉണ്ടാവും. അദ്ദേഹം 3-ാം ദിവസം സിംഗപ്പൂരിൽ തിരിച്ച് നേരെ നാട്ടിലേക്ക് വരേണ്ടി വന്നു. ഓർക്കുക, നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് റിലാക്സ് ചെയ്യും. നമ്മളെ ബിസിനസ് ശരിയാണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് നമ്മളാണ്, ഞാനാണ്. ഞാൻ എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത്? എന്റെ അഭാവത്തിലും എന്റെ ബിസിനസ് സ്മൂത്തായിട്ട് റൺ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരാഴ്ചയോ 2 ആഴ്ചയോ എനിക്ക് ധൈര്യമായിട്ട് മാറി നിന്നാലും എന്റെ ടീമിന്, എന്റെ ബിസിനസ് നോക്കാൻ എനിക്ക് ടീം ഉണ്ടെങ്കിൽ യെസ്, അതാണ് ശരിയായ ബിസിനസ്. മനസ്സിലാക്കുക. അതാണ് ആക്ഷൻ തരുന്ന ഏറ്റവും വലിയൊരു സാധ്യത എന്ന് പറയുന്നത്. ഞാൻ എന്ന വ്യക്തി എന്റെ ബിസിനസ് ആണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ബിസിനസ് ആണ്. ഒരിക്കലും ഇത് എന്റെ ബിസിനസ് ആകുന്നില്ല. കാരണം ഞാൻ കൂടെ ചേർന്ന് നമ്മളൊരു ടീമായിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. നമുക്ക് ഓരോരുത്തർക്കും, അല്ലെ, ഒരേ റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാരാണ്. നമ്മൾ ഒരുമിച്ച് ഒരുപോലെ കൈകോർത്താൽ വലിയ ഒരു ബിസിനസിന്റെ അവസരമാണ്. ഒരു വ്യക്തിക്ക് ഇവിടെ വലിയ പ്രാധാന്യം നമ്മൾ വരുന്നില്ല. കാരണം എന്താ? അവരുടെ അഭാവത്തിലും സുഖമായിട്ട് ഈ ബിസിനസ് മുന്നോട്ട് തന്നെ പോകും. ഒരു പ്രശ്നമില്ല. കാരണം അതാണ് സിസ്റ്റം. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: നമ്മളെ ടീമിനെ, നമ്മളെ മെമ്പേഴ്സിനെ നമ്മൾ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യണം. എപ്പോഴാണ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യേണ്ടത്? നമ്മൾ അതിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് കാണാം എത്രയാണ്, 5000 മിനിമം ഓർക്കുക. 5000 PV പർച്ചേസ് ഉണ്ടെങ്കിലേ നമുക്ക് കമ്മീഷൻ കിട്ടി തുടങ്ങുള്ളൂ. 5000 PV താഴെയാണെങ്കിൽ ടീമാണ്, ടീം. ഓക്കെ, ഞാൻ ഇന്ന് ജോയിൻ ചെയ്തു, 1000 PV പർച്ചേസ് ചെയ്തു. രണ്ടാമത്തെ ആൾ ജോയിൻ ചെയ്തു, 1000 PV പർച്ചേസ് ചെയ്തു. 3 പേര് ജോയിൻ ചെയ്തു ഒരു മാസം. 4-ാമത്തെ ആള് വന്നില്ല. ഒരു കാരണവശാലും ഈ 3 പേർക്കും യാതൊരു കമ്മീഷൻ എലിജിബിലിറ്റി ഇല്ല. എന്നാൽ അടുത്ത മാസം ഒരു 3 പേരൂടെ വന്നു കഴിഞ്ഞാൽ 5000 തികയുമ്പോൾ നമുക്ക് കമ്മീഷൻ എലിജിബിലിറ്റി ആകും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കഴിയുമെങ്കിൽ തുടക്കത്തിലെ തന്നെ 5000 PV നമ്മളെ മനസ്സിൽ അടിച്ചങ്ങ് ഏൽപ്പിക്കുക. ആര് എന്നോട് വന്നാലും 5000 PV ചെയ്യുക എന്ന ഒരു, ഈ പറഞ്ഞില്ലേ, എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു മന്ത്രം അങ്ങ് ഉറപ്പിക്കുക. അപ്പൊ 5000 PV ചെയ്താൽ എന്താ ഗുണം? അവർക്ക് മിനിമം കമ്മീഷൻ ഉണ്ട്, അല്ലെ? അപ്പൊ ഓർക്കുക, 5000 രൂപയുടെ കാൽക്കുലേഷൻ ആണ് നമ്മൾ ഒന്ന് കാണാൻ പോകുന്നത്. അവിടെ നമുക്ക് ഒരാളാകാം, നമ്മൾ മൾട്ടിപ്പിൾ ആൾക്കാരാകാം, അതൊന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഇവിടെ നോക്കുക, 5000 മുതൽ 9,999.2%, പിന്നെ 2.5% ഗ്യാപ്പിൽ 10,000 ആകുമ്പോൾ 4%, 20,000 7%, 40,000 9%, 70,000 12, 1 15 ആകുമ്പോൾ അത് 14, 1 70 ആകുമ്പോൾ അത് 17, 2 60 ആകുമ്പോൾ അത് 19, 3.5 കഴിഞ്ഞാൽ നമുക്കത് 22. അതായത് 2 മുതൽ 22% വരെ നമുക്ക് കമ്മീഷൻ കിട്ടുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ഒരാളുടെ കമ്മീഷൻ എങ്ങനെയാണ് കിട്ടുന്നത് ജസ്റ്റ് ചോദിച്ചാൽ നമ്മൾ നോക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 1000 PV വാങ്ങുന്ന എന്താ കിട്ടുന്നത്? 12% അവരുടെ, അതായത് 6 മാസം കൊണ്ട് 1000 PV ആണ് വരുന്നതെങ്കിൽ
12% വെച്ചാൽ ഞാൻ പറഞ്ഞു 120 രൂപയുടെ ഫ്രീ പ്രോഡക്ട്സ് അവർക്ക് കിട്ടും 6 മാസം കഴിയുമ്പോൾ. അത് അവർ എത്രയാണോ വാങ്ങുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് മാക്സിമം 2500 ആണ് കണക്കാക്കുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു വരുന്നു. ഇനി 5000 PV ചെയ്യുന്ന ഒരാളുടെ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. 5000 PV ചെയ്യുന്ന ഒരാളിന് 5000-ന്റെ 2% ആ സ്ലാബിൽ കണ്ടിരുന്നത് ഇവിടെ കാണുന്നുണ്ട്. 2%. ഇനി സ്ലാബ് കാണിക്കില്ല, നമ്മൾ ഓർത്തോളം. 2% ആകുമ്പോൾ നമുക്ക് എത്ര? 100% പ്ലസ്. ഓർക്കുക, 5000 ആയാണ് വാങ്ങുന്നത് കൊണ്ട് ആവറേജ് 5000-ന്റെ ഫ്രീ പ്രോഡക്ട്സ് നമുക്ക് കിട്ടും. അതിന്റെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 833 രൂപ. ഒരാളുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് 833 പ്ലസ് 100 എത്രയാണ്? 933 രൂപയാണ് അവർക്ക് കിട്ടാൻ. കാരണം ഫ്രീ പ്രോഡക്ട്സ് എന്താ ഇൻ ടേംസ് ഓഫ് അല്ലെ, നമ്മളെ ക്യാഷ് തന്നെ ഇത്. ഇനി ഒരാളുടെ 2 പേര് ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരേ ഒരു സിസ്റ്റം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം, എന്റെ വരുമാനം എങ്ങനെ തരുന്നത്? എന്റെ ടീമിൽ അല്ലെ കാരണം വരുമാനം കൊടുത്തതിന് ശേഷമാണ് മുകളിൽ വരുമാനം കൊടുക്കുന്നതെന്ന കാര്യം മാത്രം നമ്മൾ ഓർത്താൽ മതി. ഇവിടെ എന്താണ്, സോറി, ഇവിടെ 5000 ചെയ്ത 2 പേരുണ്ട്. അപ്പൊ 5000 പ്ലസ് 5000 ടോട്ടൽ പർച്ചേസ് ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ പ്ലസ് എന്റെ ടീം ഉൾപ്പെടെയാണ്. അപ്പൊ 450 രൂപ. 10000 രൂപയുടെ 4%, 10000 രൂപയുടെ 4% 450. 450 രൂപയാണ് മുകളിൽ നിൽക്കുന്ന ആളിന് കിട്ടേണ്ടത്. പക്ഷെ അത് കിട്ടില്ല. കാരണം എന്താ? താഴെ നമ്മൾ 100 രൂപ ആളുടെ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ 100 രൂപ നമ്മൾ അവിടെ നിന്ന് മൈനസ് ചെയ്യും. അദ്ദേഹത്തിന്റെ നെറ്റ് ഇൻകം 450 മൈനസ് 100 350 ആണെന്ന് ഓർമ്മപ്പെടുത്തി പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചെറിയ ഒരു കാൽക്കുലേഷൻ. ചെറിയ കാൽക്കുലേഷൻ വേറൊന്നുമല്ല. ഇവിടെ ഇത് മന്ത് എൻഡാണ്. ഈ മാസത്തിന്റെ, അതായത് ഫെബ്രുവരി മാസം നാളെ ക്ലോസിംഗ് ആണ്. ഇന്ന് നമ്മള് 20 സൗണ്ട് ക്ലിയർ ആവുന്നില്ലെന്ന് വീണ്ടും വന്നല്ലോ മെസ്സേജ്. ക്ലിയർ ആണ് സർ, ക്ലിയർ ആണ്. ഓക്കെ. അതായത് 20,000, 40,000, 70,000, 1,15 ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത ഉള്ളത്, 20,000 തികയുമ്പോൾ നമ്മൾ പുതിയൊരാൾ 20,000 തികയുമ്പോൾ ആളുടെ സെക്കൻഡ് സൈഡ് അല്ലെങ്കിൽ സെൽഫിൽ 5000 PV ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആളിനെ ബിഗിനർ എന്ന് വിളിക്കും. 40,000 എത്തി സെക്കൻഡ് സൈഡിൽ ഒരു 10,000 PV സ്വന്തമായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ സ്റ്റാർട്ടർ എന്ന് വിളിക്കും. ഒരു ടോട്ടൽ 70,000 വോളിയം അദ്ദേഹത്തിന്റെ ടീമിൽ ഉണ്ടാവുകയും 20,000 അദ്ദേഹത്തിന്റെ സെൽഫും ബിയും കൂടെ ചേർന്ന് വരികയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ ഓപ്പണർ എന്ന് വിളിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓപ്പണർ തൊട്ട് കമ്പനിയിൽ നിന്നും ചെറിയൊരു എക്സ്ട്രാ ബെനിഫിറ്റ് കൂടി കമ്പനി തരും. കമ്പനിയുടെ ടേൺ ഓവറിന്റെ നമുക്കൊരു പോയിന്റ് പോലെ തരും. ഓക്കെ, അപ്പൊ ഈഗിളിന് ഓപ്പണർക്ക് 1 പോയിന്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഓപ്പണർ ആകുന്നു, 1 പോയിന്റിന്റെ അർഹത വരുന്നു. ഓക്കെ, ഇനി 1,15,000 വരുമ്പോൾ നമ്മൾ ഈഗിൾ എന്ന ലെവലിൽ വരുന്നു, നമുക്ക് 2 പോയിന്റ് തരുന്നു. 170 പ്ലസ് നമ്മുടെ സെക്കൻഡ് സൈഡും ബിയും കൂടെ ചേർന്ന് നമുക്ക് 40,000 ഉണ്ടെങ്കിൽ നമ്മൾ റണ്ണർ എന്ന ലെവലിലേക്ക് വരുന്നു, നമുക്കത് 3 പോയിന്റ് ആകുന്നു. 2,60,000 നമ്മൾ എത്തിയാൽ, അതായത് എന്റെ ടോട്ടൽ വോളിയം ഒരു പെർട്ടിക്കുലർ മന്തിൽ 2,60,000 ഉണ്ട്. എന്റെ സെക്കൻഡ് സൈഡും സെൽഫും കൂടെ ചേർന്ന് 50,000 PV എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചുവെങ്കിൽ വിന്നർ എന്ന ലെവലിൽ 4 പോയിന്റിന് അർഹത നേടുന്നു. ഏകദേശം ഒരു മാസം 2,000 രൂപയോളം നമുക്ക് എക്സ്ട്രാ ബോണസ് കിട്ടുന്നു. ഒരു 3 ലക്ഷം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പുതിയ ഒരാളിനെ സംബന്ധിച്ച് സ്റ്റാർ ആവുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി തിരിച്ചു പോവുകയാണ്. ബിഗിനർ, സ്റ്റാർട്ടർ, ഓപ്പണർ, ഈഗിൾ, റണ്ണർ, വിന്നർ ആൻഡ് സ്റ്റാർ. അപ്പൊ എന്റെ ടീമിൽ കുറച്ച് ആൾക്കാർ ജോയിൻ ചെയ്തു അല്ലെ. പുതിയ ഒരാളാണ് ഞാൻ, ഒരു സ്റ്റാറോ റോയൽറ്റിയോ അല്ലെങ്കിൽ വിന്നറോ അച്ചീവർ ആയിരിക്കാം. എന്റെ ടീമിൽ കുറച്ച് അധികം ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു വിന്നർ ആണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ടീമിൽ ഒരു റണ്ണർ ഉണ്ടാവാം, ഒരു ഈഗിൾ ആവാം, ഒരു ഓപ്പണർ ആകാം, സ്റ്റാർട്ടർ ആകാം, ബിഗിനർ ആകാം. എന്താണ് എന്റെ പണി? എന്റെ ജോലി എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും ഞാൻ ഈ മാസം വിന്നർ ആണെങ്കിൽ എന്റെ കൂടെ എന്റെ ടീമിൽ അസോസിയേറ്റ് ചെയ്ത ഒരു റണ്ണറെ ഉറപ്പായിട്ട് ഞാൻ എത്തിയ ലെവലിലേക്ക് അഥവാ വിന്നർ എന്ന ലെവലിലേക്ക് ഉയർത്താനുള്ള ജോലിയാണ് ഞാൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ റണ്ണർ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ ടീമിൽ വന്ന ഈഗിളിനെ ഈ ലെവലിലേക്ക് കൊണ്ടുവരണം. ഈഗിളോ ഓപ്പണർ ഉയർത്തിക്കൊണ്ടുവരിക. ഓപ്പണർ ആരൊക്കെ കൊണ്ടുവരണം? സ്റ്റാർട്ടറിനെ ഉയർത്തി ഓപ്പണറിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ സ്റ്റാർട്ടർ എന്ത് ചെയ്യണം? ബിഗിനറെ ഉയർത്തി സ്റ്റാർട്ടറിലേക്ക് കൊണ്ടുവരിക. ഒരു ബിഗിനർ എന്ന ആളിന്റെ പണി എന്താ? എന്റെ ടീമിൽ പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് ബിഗിനറാക്കാൻ ശ്രമിക്കുക. ഈ സിസ്റ്റം നമുക്ക് ഫോളോ ചെയ്യാൻ സാധിച്ചാൽ, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ലീഡറെ സംബന്ധിച്ച് അവരെ ഡെപ്തിൽ
ഒരു ബിഗിനർ വന്നു അല്ലെ, ആ ബിഗിനറിന്റെ താഴെ ഒരു പുതിയ ബിഗിനർ ഒരുപക്ഷെ ഈ മാസം ജോയിൻ ചെയ്തോ നമ്മളോടൊപ്പം കഴിഞ്ഞ മാസം ലാസ്റ്റിലോ മറ്റോ ജോയിൻ ചെയ്ത ഒരാളിന് നമ്മൾ ഉയർത്തി ബിഗിനർ ആക്കാൻ ശ്രമിക്കുമ്പോൾ 20,000 എന്ന വോളിയം അവിടെ നടക്കും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അതിന് മുമ്പ് നിന്ന ബിഗിനർ സ്റ്റാർട്ടറും ആ സ്റ്റാർട്ടർ ഓപ്പണർ ഈഗിളും എന്ന ലെവലിലേക്ക് ഓട്ടോമാറ്റിക്കലി ലിഫ്റ്റ് ആവും. ഇവിടെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ പോയിന്റ് എന്ന് പറയുമ്പോൾ ചില സമയത്ത് 1,68,000 വോളിയം 1,69,080 വോളിയത്തിന് പോലും, അതായത് വെറും 20 വോളിയത്തിന് പോലും റണ്ണർ എന്ന ലെവൽ ഈ സ്ലാബ് നഷ്ടപ്പെട്ട ആളും. കഴിഞ്ഞ മാസം ക്ലോസിങ്ങിന് ശേഷം ഒരാൾ വിളിച്ചു പറഞ്ഞു, സാർ ഞാൻ ഈ മാസം റണ്ണറായി, പക്ഷേ എന്റെ ഫോട്ടോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു റണ്ണറായോ? അതെ, എന്റെ പവർ സൈഡിൽ 1,72,000 1,42,000 ഞാൻ ഒരു 32,000 കൂടെ അടിച്ച് 1,74,000 കൂടെ എനിക്കുണ്ട്, ഞാൻ റണ്ണറായി സാർ എന്ന് അവർ ക്ലെയിം ചെയ്യും. അപ്പൊ റണ്ണർ ആവേണ്ട മിനിമം ക്രൈറ്റീരിയ ഞാൻ വീണ്ടും ഒന്നുകൂടി പറഞ്ഞു കൊടുത്തു. 40,000 വേണം എന്നത് ഞാൻ മറന്നുപോയി. അപ്പൊ എന്ത് നഷ്ടപ്പെട്ടു? അവർക്ക് നഷ്ടപ്പെട്ടത് ബോണസാണ്. ഓക്കെ, ഒരുപക്ഷെ സ്ലാബ് കമ്മീഷൻ അവർക്ക് കിട്ടും, പക്ഷേ ബോണസ് അല്ലെ, ഒരു 2 പേര് റണ്ണർ ആയാലും 2 പേർക്കും ബോണസ് കിട്ടും. അപ്പൊ ഇനി ബോണസ് നേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഓപ്പണർ എന്ന ലെവലിൽ ഒരാൾ ഈ മാസം എത്തി ബോണസ് നേടിയാൽ അവര് നെക്സ്റ്റ് മന്ത് ഈഗിളോ അല്ലെങ്കിൽ റണ്ണർ ആയെന്നിരുന്നോട്ടെ, തിരിച്ച് വീണ്ടും ഒരു ഓപ്പണറായി താഴ്ന്നു കഴിഞ്ഞാൽ ബോണസ് കിട്ടത്തില്ല. ഓക്കെ, ഓപ്പണർ എന്ന ആള് ഉയർന്നിട്ട് തിരിച്ച് സ്റ്റാർട്ടർ ആകുമ്പോൾ ഒരിക്കലും കിട്ടില്ല. ഓപ്പണർ എന്ന ലെവല് ആണ് നമ്മുടെ മിനിമം. ഒരു ലെവൽ അപ്പായാൽ ഈഗിൾ എന്ന ലെവലിലേക്ക് അപ്പായിട്ട് നമ്മൾ ഓപ്പണർ ആയാൽ വീണ്ടും ബോണസ് നമുക്ക് അർഹതയുണ്ട്. അതായത് നമ്മൾ മിനിമം എന്താവണം? ബോണസ് വാങ്ങുന്ന ലെവലിൽ എത്തുകയും ആ ബോണസ് വാങ്ങുന്ന ലെവലിലേക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു ലെവൽ ഉയർന്നിട്ട് നമ്മൾ ഒരു ലെവലിൽ താഴ്ന്നാൽ, ഇനി 2ഓ 3ഓ ലെവൽ ഉയർന്നാലും കുഴപ്പമില്ല. സപ്പോസ് ഒരു ഓപ്പണർ എന്തായി അല്ലെങ്കിൽ വിന്നറായി, ആള് തിരിച്ച് റണ്ണർ ആയാൽ ബോണസ് കിട്ടും, എന്നാൽ ഈഗിൾ ആയാൽ കിട്ടില്ല. ഓക്കെ, നമ്മൾ എത്രയാണോ ഹയസ്റ്റ് ലെവലിലേക്ക് ഉയരുന്നത് അവിടെ നിന്ന് ഒരു ലെവലിൽ താഴേക്ക് ഉയർന്നാൽ താഴ്ന്നു പോയാലും നമുക്ക് ബോണസ് കിട്ടും. അത് പ്രത്യേകിച്ച് ഓർത്തോളണം. ഇത് നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പലപ്പോഴും നഷ്ടം വരുന്നത് നമ്മുടെ ടീമിനാണ്. ഓർത്തുകൊള്ളുക, നമ്മുടെ ടീമിനെ ശരിയായി വളർത്തിയാൽ, എന്റെ ടീമിനെ ശരിയായി വളർത്തിയാൽ മാത്രമേ എനിക്ക് നാളെ വലിയ വലിയ ലെവലിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഈഗിളിന്റെ കാൽക്കുലേഷൻ ആണ്. അപ്പൊ ഇവിടെ ഓരോ സമയത്തും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു ഓക്കെ, നമുക്ക് സ്റ്റാറിനെ നോക്കാം. ടോട്ടൽ 3 ലക്ഷം പർച്ചേസ് വോളിയം വരുന്നു. അപ്പൊ 22% എ സൈഡിൽ 2,80,000 അപ്പൊ അവിടെ കൊടുക്കുന്ന 19% എന്ന സ്റ്റാബിൽ 54,600 വരും. ബി ഗ്രൂപ്പിൽ വരുന്നത് എത്രയാണ്? 9%. 65,000 9,000 എന്ന് പറയുന്നത് 1,175 രൂപ അവരെ ബി സൈഡിൽ കൊടുക്കും. നെറ്റ് കമ്മീഷൻ 77,000 മൈനസ് 77,000 മൈനസ് 54,600 മൈനസ് 6,175 16,225 എന്ന കമ്മീഷൻ ഇദ്ദേഹത്തിന് വരും. മന്ത്ലി ബോണസ് 2,250, ഇയർലി ബോണസ് 2,250. ഇവർക്ക് ഇത് കണക്ക് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നതുകൊണ്ട് ഫ്രീ പ്രൊഡക്ട്സ് 833 21,558 രൂപ വരുമാനം. ഏറ്റവും കുറഞ്ഞ വരുമാനമാണ്, അതായത് ഏറ്റവും ലോക സ്റ്റാറിന്റെ വരുമാനമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ സ്റ്റാർ, അത് കഴിഞ്ഞാൽ നമ്മൾ ഗോൾഡ് ആകുന്നു, അത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർ ഗോൾഡ് ആകുന്നു, നമ്മൾ പേളാകുന്നു അല്ലെ. തീർച്ചയായിട്ടും നമ്മൾ ശരിയായ വിധം ആർസിഎം ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് നഷ്ടം വരും? ഓർക്കുക, ആർസിഎം എന്ന സിസ്റ്റത്തിൽ വലിയ സാധ്യതയാണ് ആർസിഎം തരുന്നത്. ഞാൻ ഒരു സ്റ്റാറായിട്ട് നിൽക്കുന്നു, എന്റെ വരുമാനം എല്ലാ മാസവും ഏകദേശം 20,000-25,000 രൂപ. ഞാൻ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, ഞാൻ അവിടെ തന്നെ പെട്ടുപോയാൽ ഓർക്കുക, എന്നോടൊപ്പം വന്ന ഒരാള് പേളാകുന്നു. ആളുടെ വരുമാനം 50,000 പ്ലസ് ഏകദേശം ഒരു 20,000 രൂപ ആളുടെ മന്ത്ലി ആൻഡ് ഇയർലി ബോണസ്. ഒരു 70,000 രൂപ കിട്ടേണ്ട സ്ഥാനത്ത് എനിക്ക് ഓരോ മാസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഏകദേശം എന്റെ ഒരു ശ്രദ്ധക്കുറവുണ്ട്,
ഒരു 40-45,000 രൂപ ഓരോ മാസവും എനിക്ക് നഷ്ടം സംഭവിക്കും. കാരണം എന്താ? ഞാൻ ഈ സിസ്റ്റം എന്നിൽ കിട്ടി, ശരിയായ വിധം ഞാൻ സിസ്റ്റം മനസ്സിലാക്കി, എന്റെ ടീമിനെ ഉയർത്തി ഞാൻ ഉയർന്നില്ലെങ്കിൽ നഷ്ടം നിങ്ങൾ കണക്കാക്കി നോക്കിയാൽ വലിയൊരു ഹ്യൂജ് എമൗണ്ടിന്റെ നഷ്ടം നമ്മൾ എന്നും നഷ്ടം നമുക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നഷ്ടപ്പെടുന്ന കണക്കാക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാ മാസവും ക്ലോസിംഗ് സമയത്ത് നമ്മുടെ ടീമിലുള്ള അവരുടെ ലെവൽ നമുക്ക് നോക്കാൻ സാധിക്കണം. അവര് എത്തേണ്ട ലെവലിൽ അവർ എത്തിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ട് അതിന് വേണ്ട കറക്ഷൻ നമ്മൾ ചെയ്തു കൊടുക്കണം. കാരണം കറക്ഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആണോ? അത്ര ഈസി അല്ല. ഓർക്കുക, അവരോട് പറയുക, ഈ മാസം നിങ്ങളെ സംബന്ധിച്ച് ഇത്ര വോളിയം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ. പലപ്പോഴും ചിലർ പറയും, എന്നെ എന്റെ ലീഡർ 30-ാം തീയതി മാത്രമാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ 29-ാം തീയതി. ഇത് ക്ലോസിംഗ് ഡേ 30-നോ അല്ലെങ്കിൽ 30-നോ വിളിക്കുന്നത്, ഇനി എത്ര PV ഉണ്ടെന്ന് അറിയാൻ. വെറും ആ ദിവസം മാത്രം വിളിക്കുന്നത് ശരിയാണോ? ഒരിക്കലും അല്ല. ഞാൻ അതിനോട് അനുകൂലിക്കുന്നില്ല. എന്നാൽ ഞാൻ മാത്രമല്ല, ഒരുപക്ഷെ ഒരു സീനിയർ ലീഡർ അവരെ വിളിക്കുന്നെങ്കിൽ അവരുടെ പറയേണ്ടത് സീനിയർ ലീഡറിന്റെ മാത്രം കടമയല്ല, അവരുടെ ടീമിൽ ഞാൻ എന്റെ ടീമിൽ നല്ലൊരു ടീമിനെ തന്നെ സെറ്റ് ചെയ്യണം. അവരുമായിട്ട് പരസ്പരം കണക്ഷനുള്ള, കമ്മ്യൂണിക്കേഷൻ ഉള്ള, ഓരോരുത്തരെയും അപ്പ് ആൻഡ് ഡൗൺസ് നമുക്ക് അറിയാവുന്ന ഓരോ മാസവും ഇത്ര വോളിയം നമുക്ക് ചെയ്യുന്ന ഓരോരുത്തരെയും പൾസ് നമുക്ക് അറിഞ്ഞ് അവരുടെ ഈ മാസം എന്താണ് എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ സജ്ജരാക്കണം. അതാണ് നമ്മുടെ കഴിവ്. അപ്പോൾ ഒരുപക്ഷെ ഞാൻ വിളിച്ചില്ലെങ്കിലും എൻ്റെ ടീമിൽ വിളിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒരിക്കലും നമ്മൾ 31st അവരുടെ PVക്ക് വേണ്ടി മാത്രമല്ല വിളിക്കേണ്ടത്. ഒരു കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ ഒരുപക്ഷെ 3 ലക്ഷം വോളിയം തികയാനായിട്ട് 2000-മോ 1000-മോ അല്ലെങ്കിൽ അതിന് താഴെ വോളിയമാണ് നിൽക്കുന്നത്, അവർ ശ്രദ്ധയിൽപ്പെടാതിരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ വിളിച്ചിട്ട് ഈ കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്ത് വേണ്ട കറക്ഷൻസ്, അത് നമ്മുടെ ടീമിൽ ഫുള്ളായിട്ട് നമ്മുടെ ഒരു ബിഗിനർ തൊട്ടുള്ള ലെവല് നമുക്ക് എല്ലാവരുമായിട്ട് നമുക്ക് വിളിച്ച് അവരുടെ വോളിയം നോക്കുക എന്ന പണിയാണ് നമുക്ക് തീർച്ചയായിട്ടും ലാസ്റ്റ് ഡേയിൽ ചെയ്യാനുള്ളത്. അത് നമ്മൾ മാത്രമല്ല, നമ്മുടെ ഹോൾ ടീം, ഒന്നിലധികം ആൾക്കാർ നമ്മുടെ ടീമിനെ ശ്രദ്ധിക്കുന്നു നമുക്ക് മനസ്സിലാക്കിയാൽ നല്ല കാര്യമാണ്. നമ്മളെ കേരളത്തിൽ 20 ഇയേഴ്സിന്റെ ഗ്രോത്ത് ആണ്. ഏകദേശം 3.5 കോടി ജനങ്ങൾ. നമ്മളുടെ ഏകദേശം 1 ലക്ഷത്തോളം അസോസിയേറ്റ് ബയേഴ്സ് ആണ് ഇന്ന് കേരളത്തിൽ പങ്കാളിത്തം ഉണ്ടെന്ന് പറയുന്നത്. 1500-ലധികം ആക്റ്റീവ് വണ്ടർവേൾഡ് ഇന്ന് കേരളത്തിലുണ്ട്. 5 വണ്ടർവേൾഡ് ക്യൂബുകൾ കേട്ടോ, 5-ലധികം വണ്ടർവേൾഡുകൾ ഇന്ന് കേരളത്തിലുണ്ട്. 7 ഡിപ്പോകൾ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. നമ്മുടെ ഒരു കൊച്ചു കേരളം ഈ പറഞ്ഞ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം 20 ഇയേഴ്സ് മാത്രമേ ആവുന്നുള്ളൂ. നമ്മൾ കേരളത്തിൽ ആർസിഎമ്മിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഒരു സഫേർ നമുക്ക് വളരെ പ്രൗഡ്ലി നമുക്ക് പറയാം, നമുക്ക് സഫേർ CR ഫാമിലി നമ്മുടെ സഫേർ ആണ്. നമ്മൾക്ക് വളരെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ സഫേർ. അടുത്തതാ നമ്മുടെ സ്റ്റാർ റൂബിയാണ്. നമ്മുടെ കോഴിക്കോടത്തെ സുജിത് സാർ നമുക്ക് സ്റ്റാർ റൂബിയായിട്ടുണ്ട്. 5 റൂബിമാർ ഇന്ന് കേരളത്തിലുണ്ട്. 8 സ്റ്റാർ എമറാൾഡുമാരുണ്ട്. 19 എമറാൾഡുമാർ നമുക്ക് നേടാൻ സാധിച്ചു. 175-ലധികം ടെക്നിക്കൽ അച്ചീവേഴ്സ് ഈ കൊച്ചു കേരളത്തിലുണ്ട്. 300-ലധികം റോയൽറ്റി അച്ചീവേഴ്സ്, 400-ലധികം സ്റ്റാർ അച്ചീവേഴ്സ്, ഏകദേശം 500-ലധികം സ്റ്റാർ അച്ചീവേഴ്സ് ഉണ്ടെന്ന് എന്റെ കണക്ക്. 10,000-ലധികം വൈറ്റൽ ലെവൽ അച്ചീവേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് കേൾക്കണം. 80 വർഷം. നല്ല ബന്ധങ്ങളാണ് എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും സന്തോഷം തരുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനം അത് എന്താണെന്ന് സംശയമില്ല, ദാറ്റ് ഈസ് RCM. ആരോഗ്യം നമ്മുടെ ചെലവ് കുറയ്ക്കും, വരുമാനം തരും, സ്വദേശിയാണ്, സഹായം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു, ബന്ധങ്ങൾ നല്ലതാക്കാൻ സാധിക്കുന്നു, അറിവുകൾ തരുന്നു, പിന്നെന്താണ് അംഗീകാരങ്ങൾ തരുന്നു, യാത്ര തരുന്നു, ഏറ്റവും നല്ല കൂട്ടായ്മയാണ്, ദ ബെസ്റ്റ് സുരക്ഷ ഒരു സെക്യൂർനെസ് നമുക്ക് ഇതിലുണ്ട്, ഒപ്പം നമുക്ക് ആരോഗ്യമുണ്ട്. സംശയങ്ങളൊന്നും വേണ്ട. തീർച്ചയായിട്ടും ഈ കണ്ട വീഡിയോയുടെ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ അത് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ അതിന്റെ 1 വേർഡ് ആൻസർ ആണ് RCM. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും നമ്മൾ ശക്തരായിട്ട് നമ്മുടെ ടീമിനെ ശക്തിയോട് നയിക്കാൻ പ്രാപ്തിയുള്ള ആൾക്കാരായിട്ട് നമുക്ക് മാറണം.
എന്റെ നേട്ടത്തെക്കാൾ കൂടുതൽ പ്രയോറിറ്റി എന്റെ ടീമിന് കൊടുക്കണം. കാരണം അവരുടെ ഓരോ ചെറിയ മിസ്സിങ്സും അല്ലെ, ഓരോ മാസവും ക്ലോസിംഗ് നമുക്ക് വരും. അവര് പ്രോഗ്രസ് ചെയ്യുന്നത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കണം. അവരെ പ്രോഗ്രസ് ആണ് തീർച്ചയായിട്ടും അൾട്ടിമേറ്റ്ലി നമ്മുടെ ജീവിത അല്ലെങ്കിൽ നമ്മുടെ വിജയം എന്ന് നമുക്ക് ഓർമ്മയുണ്ടാവണം. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ആപ്തവാക്യത്തോടു കൂടി ജയ് RCM. താങ്ക് യു വെരി മച്ച്.